ഇപ്പൊ എന്താന്നറിയാം, ചിലവർ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വിടാന്ന് പറയും. പക്ഷെ അയാൾക്ക് ചിലപ്പോ ഒരു ഇത് തോന്നി കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുതുവരെടുത്ത് ഒരു തെറി വിളിക്കും. സത്യത്തിൽ എനിക്ക് 3000 ക്ലയന്റ് ഇതേവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് അറിയാം, ഞാനൊരു അബ്ദുള്ളയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറെയും പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഒരുപാടുണ്ടായിരുന്നു. അയാളെ പ്രണയം പറയാൻ കേൾക്കാനാണ് എന്നെ വിളിച്ചിരുന്നത്. ഞാൻ കണ്ടാലും ഒരുപാട് പയ്യന്മാർ വന്നിട്ടുണ്ട്. 15ഉം 16 വയസ്സായി. എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ട്. അവളെ കൂട്ടുകാരും മുഴുവൻ +2 വിദ്യാർത്ഥികളാണ്. എന്നെക്കാളും കുറെ കൂടിയ വയസ്സാണെങ്കിലും അല്ലെങ്കിൽ അയാൾക്കൊരു മുരട്ടുതരമുള്ള ആളാന്ന് തോന്നിയാലും തൽക്കാലം കാശ് മേടിക്കുക, ബാക്കി മുരട്ടുതരക്കം നമുക്ക് ഫേസ് ചെയ്യാന്ന് പറഞ്ഞു പോകുക. പുതിയ കുട്ടികളോട് ഏറ്റവും ആദ്യം പറയാനുള്ളത് വിദ്യാഭ്യാസം. എനിക്ക് നല്ല ഉറക്കം വരാണ്ട് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ ഒരു 60 വയസ്സുകാരുണ്ട്. ഒരിക്കലും അയാൾ എൻ്റെ കാമുകനല്ല, എൻ്റെ ബെസ്റ്റിയാണ്. ഞാൻ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് സാധാരണ ഒരു സ്ത്രീയെ പോലെ ജീവിച്ചിട്ടും പല സ്ഥലത്തുനിന്നും എന്നെ ഒഴിവാക്കപ്പെടുക, അപമാനിക്കപ്പെടുക. സേഫ്റ്റി സ്ഥലം കണ്ടെത്തി, വിസംതരി സ്കൂൾ പോലുള്ള സ്ഥലം കണ്ടെത്തി ഞാൻ അവിടെ കിടന്നുറങ്ങും. രണ്ടാമതൊരു ഡ്യൂട്ടിക്ക് പോകാന്നുള്ളത് ഉണ്ടാവില്ല. അങ്ങനെ അത് പോകെ എന്താ പറയുക, ഒരു തൊഴിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളും നമുക്ക് പരിചിതമാകും. പല വാക്കുകളും നമ്മൾ അതേവരെ അറിയാത്ത നിഘണ്ടുവിലില്ലാത്ത വാക്കുകൾ. ഈ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ എങ്ങനെയാ, അപ്പൊ എന്താ മാനസികാവസ്ഥ? പരിചയമില്ലാത്ത ആൾക്കാരോട് കൂടെ പോകണമെന്നൊരു ഒറ്റ ചോദ്യം. അത് നിങ്ങളടുത്ത് വരുന്ന ഞാൻ പറഞ്ഞാരെ വിചാരിച്ചിരിക്കുന്നത്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ എറണാകുളത്ത് KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ ബാത്റൂമുകളുണ്ട്, വെള്ളമുണ്ട്. ഇത്രയും വൃത്തിയായിട്ടൊരു ബാത്റൂമും വെള്ളവും നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും, വേറെ എവിടെയില്ല. കേരളത്തിലേ ഇല്ല. അവിടെ മലമൂത്ര വിസർജനം നടക്കുന്നില്ലേ? ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉൾവിളിയാണ്. മനസ്സിലായോ? ഞങ്ങള് ഭക്ഷണത്തിന് വരുന്നെങ്കിൽ നിങ്ങളെ ശരീരത്തിന്റെ ദാഹം ശമിപ്പിക്കാൻ വരിക. അങ്ങനെ വേണം, ആ ഭാഷ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നു? നിങ്ങൾക്ക് പെട്ടെന്ന് എറണാകുളം KSRTC പോയി മൂത്രം ഒഴിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ചെളിയും കൊണ്ടൊക്കെ ചാടിയിട്ട് അവിടെ പോകണം. അവിടെ പരിചയം പെണ്ണുങ്ങളെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളെ കൂടെ ജീവിക്കുന്നുണ്ട്. അയാൾ കള്ളു കുടിക്കും, ചീട്ട് കളിക്കും, ചെലവിന് തരില്ല, തല്ലും തരും. അയാളെ കൂടെ സെക്സ് ചെയ്യണ്ടത് എന്താ ഓപ്ഷനുള്ള? ഇന്നത്തെ പെൺകുട്ടികൾക്ക് കുറച്ചെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറഞ്ഞു കേട്ടിട്ട് എനിക്കറിയില്ല അത് എത്രത്തോളം. എന്നാലും 100% ഇല്ല എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അന്ന് ഒന്നുമില്ല. അയാളെ കാശെടുത്ത് അയാൾ കള്ളു കുടിച്ച് അല്ലെങ്കിൽ വീട്ടിലുള്ള പെണ്ണിന്റെ താലി ഓടിച്ചുകൊണ്ടായിട്ട് കള്ളു കുടിച്ചിട്ട് വന്നാൽ അയാളുടെ കൂടെ കിടക്കേണ്ടത് ഇത് തന്നെയാണ്. ആ സമയത്ത് യാതൊരു വക ചിന്തയും ഉള്ളിലില്ല. മനസ്സിലായി? അതിന് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അരിടി കഴിഞ്ഞു, മുളകിടി കഴിഞ്ഞു, പലകാരപ്പണി കഴിഞ്ഞു, ഇനി അങ്ങേരൊന്ന് വന്ന് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. മനസ്സിലായോ? ഇത്ര തന്നെയാണ് ഒരു ക്ലയന്റിന്റെ അടുത്തുള്ളത്. വീട്ടിലെല്ലാ പണികളും ഒതുക്കി വെച്ചു. ഇനി അയാളുടെ ഗുസ്തി കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഉറങ്ങാൻ വേണ്ടി ഇയാൾ വെയിറ്റ് ചെയ്യണം. ഇതിലപ്പുറം എന്താ ഉള്ള? ഇയാൾ വിട്ടുപോകും. അതെ, ഇയാൾ വിട്ടുപോകും. മറ്റത് വിട്ടുപോകില്ല. ആവർത്തന വിരസാണ്. ഇയാളതിന് കുറെ വേറെ ചില ഓപ്ഷൻ ഉണ്ടാവും. ചിലർ നന്നായിട്ട് പെരുമാറും, ചിലർ നല്ല ഫുഡ് വാങ്ങിച്ചു തരും, ചിലർ സാരി വാങ്ങിച്ചു തരും, ചിലർ നമ്മളോട് മിണ്ടും. എന്താണ് ഇങ്ങനെ, നിങ്ങൾക്ക് എന്താണ് കഷ്ടം, നിങ്ങൾക്ക് ഇതിന് വല്ല പരിഹാരം ഉണ്ടോ? അവർ പരിഹാരം ഉണ്ടാക്കില്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. ആ ചോദ്യം ഉള്ളിൽ ഒരു ഭയങ്കര തണുപ്പായിട്ട് നിൽക്കുന്നുണ്ട്. 30 വർഷം നിരന്തരമായി കാണുന്ന ഭർത്താവ് ഈ ആവർത്തന വിരസമായിട്ട് അടിയും കുടിയും തല്ലുമാണ് മിക്കവാറും. ഞാൻ പറഞ്ഞ എല്ലായിടത്തും അല്ല പറയണത്, മനസ്സിലായി. അതിന്റെ ഉള്ളിൽ കൂടെ ജീവിച്ചപ്പോ എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇതില് ഒന്നുമില്ല പ്രത്യേകിച്ച്. കുറേം കൂടെ ശാന്തതയാണ് അവിടെ. നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വേണ്ട, ഇന്നത്തെ ഒരു ദിവസം തൊഴിലിന് പോകുന്നില്ല, ഇന്നൊരു ദിവസം പൈസ വേണ്ട. ഈ ഭർത്താവിന്റെ അടുത്ത് ഓപ്ഷൻ ഉണ്ടോ? മനസ്സിലായി, ഇല്ല. വിചിത്രമായ സ്വഭാവമുള്ളവർ വന്നിട്ടുണ്ടോ? കുറച്ചൊക്കെ. അതൊക്കെ ഈ നമ്മളീ പുസ്തകങ്ങളിലോ സിനിമയിലോ പറയണ മാതിരില്ല. അപൂർവം ചില ആൾക്കാര്
അവർ പറയും അവർക്ക് തൃപ്തിയായില്ല എന്ന് പറയും. അവർക്ക് സ്കലനം ഉണ്ടായിട്ടുണ്ടാവും, തൃപ്തിയായില്ല. അപ്പം എന്താണെന്ന് തിരിച്ചു വെച്ചാൽ അവർ പറയണത് എന്താണെന്നറിയാം, എനിക്ക് കുറേ നേരം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ നീ സഹകരിക്കാത്തോണ്ട് പറ്റാത്തതെന്ന് പറയും. ചിലർ പറയും ബ്ലൂ ഫിലിമൊക്കെ കണ്ടുവന്നിട്ട് ഇപ്പം എന്താ ഫോൺ വീഡിയോ എന്ന് പറയാം, ബ്ലൂ ഫിലിം എന്ന് പറയും. ബ്ലൂ ഫിലിം കണ്ടപ്പോൾ ഇത്രയൊക്കെ സംഭവം പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ, അത് ആവർത്തിച്ച് ചെയ്യുന്നത് ഇതിങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഫോൺ വീഡിയോയുടെ കാലത്ത് ഞാൻ ഇതിലില്ല. അപ്പൊ ഇതാണ് ഇത് ചിലവർക്ക് പറഞ്ഞിടും, അതൊന്നല്ല നീ എന്നെ പറ്റിച്ചതാന്ന് പറയും. അവിടെ സൈലന്റ് ആവുക. ഈ തല്ലാൻ വരുന്ന ഭർത്താവിൻ്റെ അടുത്ത് എങ്ങനെയാണോ സൈലന്റ് ആയ അവരുടെ അടുത്ത്. പക്ഷെ അതിൽ ഒരു 10-15% പേര് പലതരം വ്യത്യസ്ത സ്വഭാവക്കാര് ഉപദ്രവിക്കണം എന്നുള്ള ഒരു അങ്ങനെ ഒരു ഇത് ഉണ്ടല്ലോ, ഈ ഇണയെ പിന്നെ ഉപദ്രവിച്ചിട്ട് അവരെ വേദനിപ്പിച്ചിട്ട് അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടോ? അവിടെ കുറച്ച് ആൾക്കാർ ആ രീതിയിലുണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു ക്ലയന്റ് എൻ്റെ തേർത്ത് സിഗരറ്റ് വെച്ച് കുത്തിയിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ഇടപഴകലാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പെടാത്തതാവാം. പിന്നെ രണ്ടാമത് അയാൾ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ഞാനും സിഗരറ്റ് വാങ്ങിച്ചു വലിക്കും. അപ്പം ഞാനും വലിക്കുമ്പോൾ അയാളൊരു കുത്തിയാൽ ഞാനൊരു കുത്താതിരിക്കില്ല എന്നൊരു ബോധം അയാളുടെ ഉള്ളിലുണ്ട്. പിന്നെ നിൽക്കുന്ന സ്ത്രീക്ക് ഉള്ളിൽ പേടിയുണ്ടോന്ന് ശ്രദ്ധിക്കും. ആദ്യത്തെ പ്രശ്നം പേടി തോന്നുമ്പോ നമ്മൾ പേടി കാണിക്കില്ലല്ലോ. നമ്മൾക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടാവും. പേടിയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ഓലയുടെ ഉള്ളിലൊക്കെ കിടന്നിട്ട് ഓലയൊക്കെ പെട്ട് മണലിട്ട് മേലെ മൂടിയിട്ടൊക്കെ ഒളിച്ചിരുന്നിട്ടുണ്ട്. അതെ, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയണത് 1000-5 പ്രാവശ്യമാണ് ഈ സംഭവം നടക്കുന്നത്. ബാക്കിയുള്ള അത്രയും ഓപ്ഷൻ നമുക്ക് ഒരു പൈസ തരുന്നു എന്നുള്ളതാണ്. ചിലർ പൈസ തിരിച്ചെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങൾ അതുകൊണ്ട് പൈസ ആദ്യം വാങ്ങിക്കും. ഇപ്പം ഞങ്ങൾക്ക് തൊട്ടടുത്ത ഒരു ലോഡ്ജിലാണ് റൂം എടുത്തത്. ഇപ്പം ഞാൻ ഈ പറമ്പൊക്കെ പറഞ്ഞ പോലെ ഓപ്ഷനും ഞാൻ പറഞ്ഞില്ലേ മറ്റേ ലോഡ്ജുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി മാത്രം തരുന്ന ലോഡ്ജുകളുണ്ടായിരുന്നു. ഇന്നുണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ 1 മണിക്കൂർ തന്നാൽ അവർക്ക് 5 പ്രാവശ്യമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാം. അതെ, 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ, അല്ലെങ്കിൽ അതിനപ്പുറത്തൊന്നും ആരും അവിടെ നിൽക്കൂല കൂടിപ്പോയി. അപ്പോൾ അല്ലെങ്കിൽ ചിലർ പറയും ഞങ്ങൾ കുറച്ച് സമയമാവും, കുഴപ്പമുണ്ടാവും ചോദിച്ചാൽ അല്ല ചേട്ടാ അത് വേറെ തന്നെ ലോഡ്ജ് ഉണ്ട് അവിടെ പോയിക്കോന്ന് പറയും. ഇവരിങ്ങനെ ആവർത്തിച്ച് കൊടുക്കണതാണെങ്കിൽ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഞങ്ങൾക്ക് അവരോട് പറയാനൊരു കൊടുക്കുന്ന ആൾക്കാർ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടാവും. അറിയാണ്ട് ചിലയിടത്ത് സൂത്രത്തിൽ പോയി എടുക്കും. അപ്പം ഞങ്ങൾ തുല്യ വയസ്സ് പോലെ ഭാര്യയും ഭർത്താവും ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ അറിയാതെ പോയി എടുക്കും. അപ്പം ഈ അറിയാതെ പോയി എടുക്കുന്നത് കുറേ ടൈം കൂടെ വെയിറ്റ് ചെയ്യാനാണ് അവിടെ. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ടൈമിൻ്റെ ഉള്ളിൽ ഒഴിവാവേണ്ടി വരും. അങ്ങനെ പലതരം ഓപ്ഷൻ ഉണ്ട് ഇതിന്. ഞങ്ങളിപ്പോൾ തെരുവിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ തെരുവിലുള്ള ആൾ ഒരിക്കലും നല്ല ലോഡ്ജ് കണ്ടില്ല എന്നോ നല്ല ഫുഡ് കണ്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട് ചുറ്റിക്കറങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ട്. തന്നെത്താൻ ഞാൻ നേരത്തെ പറഞ്ഞു നടക്കാൻ പോകുന്ന കാടും നാടും വിട്ട് ഇങ്ങനെ പറമ്പ് മുഴുവൻ കയറി ഏകദേശം തൃശ്ശൂരിൻ്റെ അതിർത്തിയും പാലക്കാടിൻ്റെ അതിർത്തിയും കൂടുന്ന കൂറ്റനാട്, അക്കിക്കാവ്, മറ്റേ കോതന്നൂര് ആ പരിസരം ഞങ്ങളെ കാലുപെടാത്ത ആളുകളുണ്ടാവില്ല. 3-4 ആണുങ്ങളുണ്ടാവും കൂടെ. ചിലപ്പോഴൊക്കെ ചില ഏരിയ സ്ഥിരം ഗ്രൂപ്പുകളാണോ? ആ സ്ഥിരം ഒരു 5-8 ആള് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഈ 8 ആള് ഒരുമിച്ചുണ്ടാവില്ല. ചിലപ്പോ അങ്ങനെ രാത്രി പകല് ബാക്കി ആൾക്കാരുണ്ടാവും. ചിലപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരി ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അവൾക്ക് ഈ പെട്ടെന്ന് ആൾക്കാരോട് ഇടപഴകുമ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് സ്വരസ്യം ഉണ്ടായാലും എന്താന്ന് വെച്ചാൽ ഏത് വീട്ടിലെങ്കിലും ഒരാളോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സേഫ്റ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് അവളെ എപ്പോഴെങ്കിലൊക്കെ കൂട്ടുക എന്നല്ലാണ്ട് ഞങ്ങൾ സ്ഥിരം കൂട്ടൂല. പിന്നെ ഈ കമ്പനി വീട്ടിലെ അമ്മയ്ക്കും അറിയാം. അപ്പൊ സാധാരണ വീടുകളിൽ നിന്ന് ആളെ വിടില്ല, കാരണം അവർ കാശുണ്ടാക്കാനല്ലോ ഞങ്ങളവിടെ നിർത്തിയിട്ടുള്ളത്. പക്ഷെ അല്ലാത്ത സ്ഥലത്തൊക്കെ ഞങ്ങളവിടെ 10 ക്ലയന്റ് വരെ എടുക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ക്ലയന്റാണ് എൻ്റെ ഏറ്റവും വലിയത്. പക്ഷെ എപ്പോഴെങ്കിലും അയാൾ വലിയൊരു ശാരീരികമായിട്ട് പീഡനം ഒന്നും ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ ഞാൻ 1-2 കൂടുതലെടുക്കും. ചിലപ്പോൾ പൈസ ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യും. കാരണം എനിക്ക് അങ്ങനെ വേറെ ആൾക്കാരോടൊത്ത് വരുന്നതിനോട് താല്പര്യമില്ല. പിന്നെ കമ്പനി വീട്ടിലൊക്കെ ആവർത്തിച്ച് വരുന്ന എൻ്റേത് മാത്രമായ ക്ലയന്റ് ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അക്കിക്കാവിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ശ്രീനി എന്ന് പറയും. അയാൾ മാസത്തിലൊരിക്കലെന്ന് പറഞ്ഞാൽ അയാൾ വരും. അയാളെ ചില നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ പറഞ്ഞുവിടും. അങ്ങനെ സെക്സ് വർക്കറുടെ ലോകത്തിലും വളരെയധികം
പരസ്പര ധാരണയോടെ സഹകരണത്തോടെ ഒക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് ഇത് വേറെ ഒരു ഒരു ഭയങ്കര അപകടമായ ലോകമുണ്ട്. ഇപ്പൊ എന്താണെന്നറിയാം, ചിലവർ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വിടാന്ന് പറയും. പക്ഷെ അയാൾക്ക് ചിലപ്പോൾ ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവരെടുത്ത് ഒരു തെറി വിളിക്കും. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് തെറി വിളിക്കുന്നത് ദേഷ്യം പറ്റില്ല എന്ന് പറഞ്ഞാൽ കൂടെ അവർ ചിലപ്പോൾ സമ്മതിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവരിൽ പ്രകോപനം ഉണ്ടാക്കാതെ നിൽക്കുക എന്നുള്ളൊരു തന്ത്രമാണ്. ഒരു 3 വർഷത്തിനകത്ത് നിന്ന് കഴിയുമ്പോൾ ഈ തന്ത്രം നമ്മൾ പഠിച്ചിരിക്കും. പഠിക്കാതെ പോയിട്ടുള്ളവർ എത്രയോ വർഷങ്ങൾ തല്ലുള്ളുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഭാര്യമാരെ പോലെയാണ്. ഇപ്പൊ ഈ ഭർത്താക്കന്മാർ തല്ലുന്ന് പറയുമ്പോ തന്നെ ഒപ്പത്തിനൊപ്പം തെറി വളഞ്ഞ് തല്ലു മേടിക്കുന്ന ഭാര്യമാരും ഉണ്ട്. പക്ഷെ അതൊരു ചെറിയ വിഭാഗമാണെന്നും ഇയാൾ ചെയ്യുന്ന തെറ്റായതുകൊണ്ടാണ് ഇത് മുഴച്ചു നിൽക്കുന്നത്. ഭർത്താവിന്റെ തല്ലല് അയാൾക്ക് അവകാശമില്ലാത്തടത്ത് നിൽക്കുന്നത്. പക്ഷെ തല്ലി കൊണ്ടാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കൂട്ടത്തില്. ഈ ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആ ബ്ലേഡ് കൊണ്ട് എല്ലാവരെയും ആക്രമിക്കുന്ന ഒരാള് ഞാൻ എന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. മാനസികമായിട്ട് പ്രശ്നമുള്ള അല്ല, വേഗളി വിജയൻ എന്ന് പറഞ്ഞ, അല്ല സോറി, വേഗളി വിൽസൺ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് പറഞ്ഞിടേ വേഗളി വിൽസൺ എന്നിട്ട് ഒരുത്തനുണ്ട്, വിളിച്ച ഉടനെ പോയില്ലെങ്കിൽ ബ്ലേഡ് വെക്കുന്നു പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അയാളെ രൂപം ഭാവമൊക്കെ ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇയാളാരാന്നൊന്നും അറിയില്ല. ഞാൻ ഏത് കാര്യത്തിലും അത്രയ്ക്കും അങ്ങ് അയ്യോ അയാൾ വരുന്നെന്ന് വിചാരിച്ചല്ല നടക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ലോഡ്ജ് റൈഡിന് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ പോയിട്ട് അവിടെ ഒരു ടാങ്ക് ഉണ്ട് വെള്ളം നിറച്ചിട്ടിരുന്ന. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന ടാങ്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കഴുത്തോളം വെള്ളത്തിലിരിക്കും. ഈ ടാങ്കിലേക്ക് ഇവർ എത്തി നോക്കൂല, വലിയ സിമെന്റ് തൊട്ടിയാണത്, തല മാത്രം പുറത്ത് വെച്ചിട്ട്. കൂടെ വല്ലവരും അവിടെ ഉണ്ടെങ്കിൽ അവർ ഓടി വരും. അന്ന് ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോ മേലേക്ക് ആരും ഞാൻ ആ പടിയുമ്പോൾ ചവിട്ട് കേൾക്കുമ്പോൾ മാത്രമേ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഈ സാരിയൊക്കെ നനയല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിലേക്ക് ഇറങ്ങാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നിന്നിട്ട് ഒന്നും കാണില്ല. അപ്പൊ താഴെന്ന് അയാളൊരു സൗണ്ട് കൊടുത്തു. അപ്പൊ ഞാന് ലോഡ്ജിന്റെ മാനേജർ, ഓണറല്ല മാനേജർ, ഗവൺമെന്റ് ലോഡ്ജ്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി പോകുമ്പോ ഒരു മെലിഞ്ഞിട്ട് കൊടി പോലെ ഒരു സാധനം മേലോട്ട് കയറി. ആരാടി നീ ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് എന്റെ തനി സ്വഭാവം കാണിച്ചു. നീ ആരാടാന്ന് ചോദിച്ചു. ഞാൻ വെഗിളി വിൽസൺ. പെട്ടെന്ന് എനിക്ക് ചിരിയാ വന്നത്. കാരണം ഈ വെഗിളി വിൽസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകാരിയാണ്. പക്ഷെ എന്റെ ഉള്ളിൽ ഈ വെഗിളി എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവെന്നുള്ളൊരിതാണ്. അല്ല, അവന്റെ അവന്റെ പേര് അങ്ങനെ പതിഞ്ഞു പോയത്, വെഗിളി വിൽസൺ. വെഗിളി എന്ന് കണ്ടാലും തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോ അവൻ കൈമ കയറി പിടിച്ചു. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ പക്ഷെ ഇവിടെ നല്ല പരിപാടി താഴെയാണെന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ ഉള്ളില് കത്തി. വെഗിളി പെട്ടെന്ന് ഉള്ളിന്റെ ഉള്ളില് നമ്മള് സ്വയം രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം കത്തി. അപ്പൊ ഇങ്ങനെ താഴെ വന്നിട്ട് പറഞ്ഞല്ല, ഞാനിങ്ങനെയൊന്നും പോണതല്ല, നീ മാത്രം എന്നോട് ഇതാ താഴെ വരാൻ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവരൊക്കെ പോടാ അങ്ങനെ എങ്ങനെയാ പറയും, അല്ലെങ്കിൽ അവർ ഓടുമ്പോ എനിക്ക് വാശിയാവും പിടിക്കുന്നൊക്കെ പറഞ്ഞു. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചു തല്ലുകൊള്ളാണ്ടിരിക്കാൻ പുതിയൊരാള് പഠനമാണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ അവനോട് സംസാരിച്ചു. പിറ്റേ ദിവസം കാലത്ത് കണ്ടപ്പോൾ അവനോട് പറഞ്ഞോട് എനിക്കൊരു കഞ്ഞി കുടിച്ചു തരുമെന്ന് ചോദിച്ചു. തൃശ്ശൂര് പോയോ? ഇല്ലല്ല, അവനത് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. കാരണം ഞാൻ അത് സഹകരിക്കുന്നുണ്ടപ്പോ അതവിടെ വിട്ടു. ഇതാ ഞാൻ പറഞ്ഞു, ഇവരെ ഈ പ്രകോപനമാണ് അവനിതുണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്നോട് കഞ്ഞി കുടിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി തീപന്തം പോലെ നിന്നവ ഇന്ന് കഞ്ഞി മേടിച്ചു തരുമെന്നാണ്. അപ്പൊ അവിടെ ഒരു ജോസേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്, ദിവാൻജിമുള്ള. ഞാൻ പറഞ്ഞു ജോസേട്ടൻ ഒരു കഞ്ഞി കൊടുക്കുന്നു. പിന്നെ അപ്പൊ എന്നെ അവൻ്റെ കൂട്ടുകാരനായി. പിന്നീട് കാണും അവന് അധികം വിശപ്പിന്റെ പ്രശ്നമാണ്. അവൻ പണിയൊന്നും എടുക്കാൻ പറ്റൂല. അവൻ എന്താന്ന് വെച്ചാൽ അവൻ പലരും ഉപദ്രവിച്ചോണ്ട് ആരും പണി കൊടുക്കൂല. അവങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. വീട്ടിൽ പോണം. അപ്പോൾ തന്നെ അവന്റെ അമ്മയ്ക്കൊക്കെ അവന് ഭയങ്കര സ്നേഹമാണ്, ഭക്ഷണം കിട്ടുള്ളൂ. പിന്നെ അവനെ കൂട്ടായി. പക്ഷെ അവനെ കൂട്ടായിപ്പോ എന്റെ ശത്രുക്കളെല്ലാം അവിടുന്ന് ഒതുങ്ങിപ്പോയി. ആണുങ്ങളായിട്ടുള്ള ശത്രുക്കള്, പെണ്ണുങ്ങളായുള്ള ശത്രുക്കള്, പിന്നെ ഞാൻ അവിടുത്തെ രാജ്ഞിയായി ഒറ്റ കഞ്ഞിയുടെ പ്രശ്നം. ഒറ്റ കഞ്ഞി. പക്ഷെ ഇടയ്ക്ക് വന്നിട്ട് വേറെ ഒന്നും ചോദിക്കില്ല, വീഡിയോ സിഗരറ്റ് വേറെ ഒന്നും ചോദിക്കില്ല, ഒരു കഞ്ഞിയാണെന്ന് പറഞ്ഞു. ഞാൻ ജോസേട്ടനോട് പറഞ്ഞു, അവ ഇപ്പൊ വന്നാലും കഞ്ഞി കൊടുക്കും ജോസേട്ടാ, പൈസയുള്ളപ്പോ തരും. എന്താ പറയാ, ചില സമയത്ത് വേണമെങ്കിൽ നമുക്കതൊരു ഒരു അത്ഭുതം പോലെ വന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ വന്നത് നല്ല സുഹൃത്തിൽ പോയി, ഇത്രയേ ഉള്ളൂ.
ഒരു പ്രോപ്പർ സെക്സ് അല്ലെങ്കിൽ പ്രോപ്പർ ഇതെന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? സ്വതവേ ഞാൻ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കില്ല, എനിക്ക് ഈ സെക്സിനോട് അധികം താല്പര്യമില്ല അത്ര ആളാണ്. എനിക്ക് കഥ പറയുക, ഈ ഞങ്ങളൊക്കെ പറഞ്ഞ മാതിരി കുറെ നടക്കുക, എടുക്കുക, സന്തോഷപരമായിട്ട് യാത്ര ചെയ്യുക, കള്ളുടിക്കുക, സിഗരറ്റ് ഒരുമിച്ചിരുന്ന് വലിക്കുക, ഒരുമിച്ചിരുന്ന് സിനിമ കാണുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ലോകം. എപ്പോഴെങ്കിലും എനിക്കൊരു ശരീരം എന്നുള്ള നിലയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിലുള്ളൂ. അതില്ല എന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് എൻ്റെ നല്ല പ്രായത്തിൽ പോലും തോന്നിയിട്ടില്ല. ഇപ്പം 24 വയസ്സിൽ ഒരു വർഷം സുബ്രഹ്മണ്യൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ, സുബ്രഹ്മണ്യൻ മരിച്ചത് എൻ്റെ ഉള്ളിലെ ദുഃഖമൊന്നുമല്ല. അപ്പൊ എൻ്റെ ശരീരം അങ്ങനെ ഒരു ഉണർവ് കാണിച്ചിട്ടില്ല. അന്നും ഇന്നും ഏതെങ്കിലും ഉണ്ടാകാൻ പറ്റുന്ന ആൾക്കാരെ, തമാശ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കൂട്ടുകൂടി നടക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തത് തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയാൽ നമുക്ക് അതിനെപ്പോഴും ഓപ്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കർ എന്നുള്ള നിലയ്ക്ക് നിന്നോണ്ടാവാം. പക്ഷെ ഞാൻ സെക്സ് വർക്കർ എന്നുള്ള നിലയ്ക്ക് വർഷം നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ വളരെ കുറച്ച് കാലങ്ങൾ അതിൽ നിന്നിട്ടുള്ളൂ. ഒന്ന്, ഈ 3000 ക്ലയന്റ് എന്ന് പറയുന്നത് സത്യമാണോ ഉണ്ടായത്? സത്യത്തിൽ എനിക്ക് 3000 ക്ലയന്റ് ഇതേവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്താണെന്നറിയാം, ഞാനൊരു അന്നൊക്കെ 1000 രൂപ കിട്ടണമെങ്കിൽ 5 ദിവസം ആ വഴി കൂടെ പോകില്ല. അപ്പൊ ഇങ്ങനെ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം കിട്ടി എൻ്റെ ഇത് തരും. രണ്ടാമത് 5 or 6 ദിവസം പീരീഡ് ടൈം നന്നായിട്ട് ഈ വഴിക്ക് പോയിട്ടില്ല. പീരീഡൊക്കെ നിൽക്കും മുമ്പായിരുന്നു എൻ്റെ വർക്ക് കാലാവധി. അപ്പം അതിന് പോയിട്ടില്ല. പിന്നെ എനിക്ക് ചില കൂട്ടുകാരൊക്കെ കുറേ കാലം ഭക്ഷണമൊക്കെ തന്നു. എല്ലാവരും ഇങ്ങനെ ഭർത്താവായിട്ടൊന്നും വന്നിട്ടില്ല, ഒരു വേലായുധൻ, അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായ കുറേ മനുഷ്യർ. അപ്പൊ അവരൊക്കെ സംരക്ഷിക്കുമ്പോൾ എനിക്കത് അത് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നു. അവരോട് പ്രണയം തോന്നിയിരുന്നു? അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഇഷ്ടമൊന്നുമല്ല. ഒന്നിച്ചിരുന്ന് കഥ പറയാം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ചിരുന്ന് പാചകം ചെയ്യാം. അവര് വാടകയ്ക്ക് വീട്ടിലാണ്. അതൊക്കെ അധികം സൂറത്ത് കല്ലിൽ വെച്ചിട്ടാണ് അങ്ങനത്തത് ഉണ്ടായത്. കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടിരുന്ന ടൈമിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ എനിക്ക് ഏത് വീട്ടിൽ പോയാലും ഞാൻ എന്താ അവിടെ നിന്നെന്ന് അധികം ആൾക്കാർ ചോദിക്കില്ല. കാരണം എല്ലാവർക്കും അറിയാം. ഒന്ന്, അവിടെ എനിക്ക് വലിയൊരു റൗഡി ഉണ്ടായിരുന്നു. എനിക്ക് പക്കാവലായിട്ട് റൗഡി എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ റൗഡീനെ ഞാൻ ഒരു വഴുത്ത് യൂസ് ചെയ്തിട്ടില്ല. വേറൊരു പട്ടാളക്കാരൻ്റെ ഭാര്യനെ തട്ടിയെടുത്തൊരു മലയാളിയായിട്ട് ഒരു റൗഡി ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവിടെ ഒരു മേലെ ചാരായ ഷാപ്പും താഴെ കള്ള് ഷാപ്പുമാണ്. അപ്പോൾ അവിടെ വന്ന് ചാരായം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചാൽ ഇവൻ്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരുത്തനെ വിട്ടിട്ട് ഈ ആണുങ്ങളെ പിടിച്ചടിക്കും. അപ്പോൾ ഒരു ദിവസം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിട്ട് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ബഹളം ഉണ്ടായിപ്പോൾ ഇവൻ എന്നെ അടിക്കാനുള്ള പ്ലാൻ ഇട്ടു. ഇവൻ അടിക്കാൻ പ്ലാൻ ഇട്ടത് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അന്ന് മറ്റേ വൈറ്റ് കളർ ചാരായാണ് ചെറിയ കുപ്പിയിൽ, പഴയ പട്ട. അത് പക്ഷേ ചാരായ എന്നുള്ള പേരിലാണ് അത്. അപ്പം ഞാൻ പോയിട്ട് അവിടെ വന്നിട്ട് അവരുടെ ഭാഷയിൽ, തുളു ഭാഷയിൽ പറഞ്ഞു, 100 ഗംഗാസര കുരുള എന്ന് വെച്ചാൽ കടക്കാരനോട്. അപ്പം അയാളത് എടുത്ത് പൊട്ടിച്ചൊഴിച്ചു. അപ്പം ഈ ഇവിടെ താഴത്ത് ചീട്ട് കളിയാണ്. ഒരു ചാരായ ഷാപ്പ്, കള്ള് ഷാപ്പ്, ചീട്ട് കളി. ഇതൊരു വേറൊരു തരം ഏരിയയാണ്. ഏകദേശം മിക്കവാറും മലയാളികളാണ്. സുഹൃത്തുക്കല്ലാണോ വൈക്കമ്പാടി? സുഹൃത്തുക്കല്ലിന്റെ ഇപ്പുറത്ത് വന്നിട്ട് തോക്കുരുവില് തിരിയുന്ന സ്ഥലം. സുഹൃത്തുക്കല്ലിൽ നിന്ന് കുറച്ചുകൂടെ വരണം. അപ്പൊ തോക്കുരുവിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാനത് വാങ്ങിച്ചു കുടിച്ചപ്പോൾ വേറൊരുത്തൻ വന്നിട്ട്, അവൻ അവിടുത്തെ ഗുണ്ടയാണ്. അവൻ വന്നിട്ട് ചോദിച്ചു, ദാനക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദാന ചെയ്തു പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നിട്ട് നിനക്ക് വേണമെന്ന് ചോദിച്ചു. അവന് മേടിച്ചു കൊടുത്തു. അവൻ ഗുണ്ടയാണ്, പക്ഷെ വെറുതെ ബോസിൽ കുടിക്കാനൊന്നും വരില്ല, ചുമ്മാ എപ്പോഴും എന്തോ എൻ്റെ ഉള്ളിലൊരു ഇതിൽ തോന്നി. ഇയാൾ ഞാനായിട്ട് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ തല്ലുന്നൊക്കെ പറഞ്ഞു, ഭയങ്കരമായിട്ട് എൻ്റെ ഹൗസ് ഓണറോടൊക്കെ പറഞ്ഞു ഞാൻ അവളെ കത്തി വയ്ക്കും, വീസ് അരി എന്നൊക്കെ പറഞ്ഞൊക്കെ നടന്നു. അപ്പം ഞാനെടുത്ത വഴിക്ക് അവരോട് പറഞ്ഞു, അതെ ഇവിടെ കുറേ ആൾക്കാരെയൊക്കെ ഇപ്പം അവന് പഠിപ്പിക്കാൻ പറ്റും. 100 ചാരായം കുഴച്ചു കൊടുത്താൽ അവൻ്റെ ആൾ വന്ന് ഇയാളടിക്കും. പക്ഷെ ഞാൻ 60 മില്ലി ചാരായം മേടിച്ചു കൊടുത്തിട്ട് അടിക്കാൻ വിടുന്ന ആളെ അവനടിപ്പിക്കുന്നു. ഞാൻ ഇത് ഹൗസ് ഓണറോട് പറഞ്ഞു. ഇതിന് ഭയങ്കര ശരിക്കും അവിടെ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ 100 ചാരായം കൊടുത്താൽ ആ വഴിയെ പോണവനെ അടിക്കുന്ന പറഞ്ഞ ഒരുത്തടിക്കും. അപ്പൊ 60 കൂടി എന്നെ മേലെ മേടിച്ചു കൊടുക്കുമ്പോ എന്തുണ്ടാവുന്നറിയാം, പിന്നെ മൂക്കും അവൻ വന്ന് നിങ്ങളെ പിടിച്ചിടും. അങ്ങനെ സംഭവം അവിടെ ഉണ്ട്. അപ്പൊ ഇത് കേട്ടിട്ടുണ്ട് എൻ്റെ അവിടെയുള്ള സുഹൃത്തുക്കൾ. അപ്പൊ ഇത് പറഞ്ഞു, അത് പറഞ്ഞപ്പോ ഇവന് ഭയങ്കര രോഷം കൂടി.
എന്നെ അടിക്കാനൊക്കെ ആയിട്ട് നിൽക്കുക. എന്നിട്ട് പറഞ്ഞപ്പോൾ എന്താ പറയാ, നല്ല ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. നല്ലിന്നല്ല, അന്ന് തന്നെ ലൈലാന്ന് വിളിക്കുന്ന ആ പരിസരത്ത്. അത് വേറൊരു കഥയുടെ പിന്നാലെ, അത് കോയക്കട ഇതില് പോലെ. ലൈലക്ക, നമുക്ക് കുറച്ച് ചാരായം കുടിച്ചിട്ട് കൈ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തിനാണ്? അല്ല, നമ്മുടെ ശത്രുത തീരാൻ. ചാരായം കുടിച്ച ശത്രുത തീരില്ലേ, കൂടുള്ളൂ. നീ വേണമെങ്കിൽ നോക്കിക്കോ, നീ ചാരായം മേടിച്ചിട്ട് അടിക്കാൻ വിടുന്നവനെ ഞാൻ ചാരായം മേടിച്ചു കൊടുത്ത് നിന്നെ അടുപ്പിക്കുന്നു കാണണം ചോദിച്ചു. അതോടുകൂടി ഇവൻ തളർന്നു പോയി. അതോടുകൂടി ഞാൻ അവിടുത്തെ പെട്രോളിയായി പോയി. അതായത് നാക്കൊണ്ട് ജീവിക്കാന്നൊക്കെ പറയും. നാക്കൊണ്ട് ജീവിക്കണ ജീവി ഏതാന്ന് ചോദിച്ചാ എന്റെ പേര് പറഞ്ഞാ മതി. ഒരു വിവാദപരമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഭർത്താവിന് ശേഷം വന്നിട്ടുള്ള എല്ലാവരും മുസ്ലിം മതസ്ഥരായിരുന്നു. അതുകൊണ്ട് ജമീല എന്ന് പറയുന്ന പേര് ഒരു പക്ഷെ അതുകൊണ്ടാണോ? അല്ല, അത് ഞാൻ ബുക്ക് എഴുതുന്നവരെ ജമീല എന്നുള്ള പേര് ഇതിൽ വന്നിട്ടേ ഇല്ല. ഈ ലൈല എന്നുള്ള പേര് എന്താണ്ടായി എന്ന് വെച്ചാല് കോയക്കട ബന്ധുക്കള്, ഭാര്യയുടെ ബന്ധുക്കൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നളിനി എന്നുള്ള പേരിൽ അവിടെ അറിയപ്പെട്ടിരുന്ന. പക്ഷെ ഈ നളിനിന്ന് അവിടെയുള്ളവർക്ക് വായല് നാക്ക് ചുടുക്കുമ്പോൾ എന്നെ വിളിക്കും. അപ്പൊ അവിടെ വന്നപ്പോ ആൾക്കാരൊക്കെ ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞുള്ള പേര് ലൈല എന്നാണ്. ഭാര്യയായിട്ടാണല്ലോ അയാൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആ ഭാഗത്തേക്ക് ഒരു കൊയിലാണ്ടി അയാളുടെ വീട് കിട്ടുന്ന സ്ഥലം ഞാൻ മറന്നൊന്നുമില്ല, കൊയിലാണ്ടിക്കാരനാണ്. അപ്പൊ ആ ഭാഗത്തേക്കൊക്കെ ഒരു ഇതുള്ളത് 3-4 പെണ്ണ് കിട്ടിയിട്ടുണ്ട്. 1-2 വേപ്പാട്ടിമാരുണ്ട്. അത് വെച്ചിട്ടിരിക്കാന്ന് പറയണം. അപ്പൊ ആ ഒരു അപ്പളും അവര് ജാതി നോക്കും. അപ്പൊ ഒരു എന്താ പറയാ, വഴി തെറ്റിപ്പോയി ലൈല. ലൈല എന്നുള്ള പാട്ട് വേറെ വഴിയാണ്. ഇതൊരു വഴി തെറ്റിപ്പോയി ലൈലയായിട്ടാണ് എന്നെ അറിയപ്പെടുന്നത്. അപ്പൊ ഈ നളിനിന്ന് വിളിക്കാൻ പറ്റാത്തവർക്കൊക്കെ ലൈല എന്ന് പറഞ്ഞപ്പോ അവർ ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ ഒരു ലൈല ലൈല എന്ന് പറഞ്ഞൊരു പാട്ടും ഉണ്ടല്ലോ, അത് ഹിന്ദി പാട്ട്. ഇതൊക്കെ പാടിയൊക്കെ എന്നെ കളിയാക്കും ആൾക്കാര്. അങ്ങനെ ഞാൻ അവിടെ ഒരു ലൈല എന്നുള്ളൊരു കുറച്ച് കാലത്തേക്ക് ഒരു 3.5 വർഷം മൊത്തം അവിടെ താമസിച്ചുള്ള എല്ലാം കൂടെ. അതിലൊരു 1.5 വർഷത്തോളം ഞാൻ ലൈല എന്ന് പറഞ്ഞിട്ട് റൗഡിയായിരുന്നു അവിടെ. റൗഡി എന്ന് കോയക്കയുടെ കൂടെ ഉണ്ടാകുമ്പോഴും ഈ വർക്ക് ചെയ്യുന്നുണ്ട്. കോയക്കയ്ക്ക് പണിയില്ലാതിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ അവിടെ വർക്കിന് പോകും. അവിടെ പോയി 5 രൂപ കിട്ടും. ഈ പറഞ്ഞ മാതിരി തന്നെ അവിടുത്തെ 5 രൂപ ആ നാട്ടിൽ ജീവിക്കാൻ വളരെ സിമ്പിളായിരുന്നു. അതായിരുന്നു. പിന്നെ വന്ന ഷാഹുൽ ഹമീദ് അങ്ങനെ. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കോയക്ക പറഞ്ഞു അയാൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് ഇടയിൽ പറഞ്ഞു. കുട്ടികള് പറഞ്ഞില്ലാവില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ഞാൻ കുറെ നാൾ പണിക്ക് പോകാതിരുന്നത്. അപ്പോഴാണ് മോള് ജനിച്ചത്. പക്ഷെ മോള് ഗർഭമായിട്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടീനെയും കൊണ്ട് അയാളെ ഇന്നൊരു ഭാര്യ വരുന്നത്. അയാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഭാര്യ വേറെ. അവളുടെ പേര് ഖദീജാന്ന്, ഇവളുടെ പേര് നബീസാന്ന്. നബീസ കുട്ടീനെയും കൊണ്ടുവരുന്നു. ഒറിജിനൽ പേരാണോ നബീസ, ലൈല പോലെ? അല്ലല്ല, അത് 2 പേര് ആ നാട്ടുകാരാണ്. അവരെ അച്ഛനും അവരെ ചേച്ചിയുടെ ഭർത്താവൊക്കെ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടില്. അവിടെ എന്ന് പറഞ്ഞ ഒരു സെക്സ് വർക്കറെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ, കാലഘട്ടത്തിൽ അത്രയ്ക്ക് മോശമുള്ള ആൾക്കാരായിട്ട് കണ്ടിട്ടില്ല കർണാടകയിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മംഗലാപുരത്ത്, കർണാടകത്തിലും കുറച്ചുകൂടെ ഇതുണ്ട്. എത്രയോ ഞങ്ങളുടെ കൂട്ടുകാരികള് ഞാൻ അവിടെ 4 വർഷം വർക്ക് ചെയ്യുമ്പോൾ അവര് ഏത് തൊഴിലാന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. തമിഴ്നാട്ടിലും ചില ഏരിയയിലുണ്ട്. കേരളം മാത്രമാണ് ശുചീകരിച്ച കേരളം. പക്ഷെ ശുചീകരിച്ച കേരളത്തിലാണ് ഞാൻ പറഞ്ഞില്ല അക്കിക്കാവ് ഉണ്ടായിരുന്നതും. വാടാനപ്പള്ളിക്കകത്ത് എന്താ എടശ്ശേരി എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. മറ്റേ എടശ്ശേരിയല്ല, വാടാനപ്പള്ളിക്ക് അടുത്തൊരു എടശ്ശേരിയിലൊക്കെ ശരിക്കും അങ്ങനത്തെ വേശ്യാലയങ്ങൾ ഉണ്ടായിരുന്നോ കേരളത്തില്? കേരളത്തിലെ അക്കിക്കാവില് അവരും തിരുവമ്മയുടെ വീട്ടിലുള്ളത് വേശ്യാലയായിരുന്നല്ലോ. ഞങ്ങള് 4-5 സ്ത്രീകൾ ഉണ്ടാവും അവിടെ. ഞങ്ങള് 3 സ്ത്രീകള് സ്ഥിരമായിട്ട് താമസിക്കുന്നവര്. പിന്നെ അയൽപ്പക്കത്ത് സ്ത്രീകൾ വരും. ക്ലയന്റ് അവിടെ വരും. അവിടെ 2 റൂമുണ്ട്. അതാണ് മാറി ഉപയോഗിച്ചത്. പോലീസുകാർക്കൊക്കെ അറിയാവോ? അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കുറച്ച് പോലീസുകാർക്ക് അറിയാം. പക്ഷെ അവർക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു, ഒരു ബ്രാഹ്മണ കാമുകൻ. അയാൾ നല്ല പിടിപാടുള്ളവരെ, ഇത്രമ്മയുടെ കാമുകൻ. പിന്നെ അവിടെ ഒരു കല്യാണി കമ്പനി ഉണ്ട്, അതുപോലെ അവരെ കാമുകൻ അതേപോലെ വലിയ പോലീസ് ഓഫീസറായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ ബലത്തിലാണെന്ന് അത് നടന്നിരുന്നത്. പിന്നെ ചില സമയത്ത് പോലീസ് അടിച്ചു കൊടുക്കുകയും ചെയ്തു. കല്യാണി കമ്പനിയൊക്കെ പോലീസ് അടിച്ചു നിർത്തി. അത് അവിടുത്തെ ചില ഗുണ്ടാ പോലീസ് വരുമ്പോൾ ഇവരെ ഇഷ്ടത്തിന് പൈസ കൊടുക്കാതിരിക്കുകയോ അവരെ ഇഷ്ടങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അടിച്ചോടിപ്പിക്കുകയൊക്കെ. പക്ഷെ ഇത്രയും ലാസ്റ്റ് വരേക്കും ഒരു പ്രശ്നമില്ലാണ്ട് പോയ ആളാണ്. ശരിക്കും പ്രണയിച്ച ഒരാളാരാ? ശരിക്കും ഏറ്റവും ഇഷ്ടം
നമ്മുടെ പുനത്തിലിനെ കാണും മുമ്പ് എൻ്റെ ഏറ്റവും പ്രണയിതാവായിട്ടുള്ളത് മാനുക്കിയായിരുന്നു. മാനിക. മാനുക്കയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ചീത്തവശത്തിനെ പറ്റി ഒന്നും ചോദിക്കാതെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു അടിമയെ പോലെ നിൽക്കാതെ, നീ നിന്റെ വഴി. സാരായം കുടിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ മേടിച്ചുകൊണ്ടിരില്ല, അയാളെ കൂട്ടുകാരന്മാരുണ്ട്, ആ കൂട്ടുകാരന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്, അയാൾക്കൊരു കുപ്പി ചാരായം കൊണ്ടു കൊടുക്കുന്നുണ്ട്. ചാരായം മാറ്റായിരുന്നു. ഞാൻ സിസറാണ് ഉപയോഗിച്ചിരുന്നത്. എനിക്കൊരു പാക്കറ്റ് സിസർ വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അവിടെ കൊണ്ടുവയ്ക്കും. അതെനിക്കൊരു റൂമുണ്ട്, ആ റൂമിൻ്റെ ഒരു ചെറിയ ജനലയുടെ അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ട് അത് കൂറ്റനാട്. തൃശ്ശൂരുള്ള സമയത്തല്ല അദ്ദേഹം പറഞ്ഞത് ആ കമ്പനി വീട്ടിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അവിടെ തന്നെ അതിന്റെ ചുറ്റി 3 വീടുണ്ടായിരുന്നു. ഒന്ന് ഇത്തിരുമ്മയുടെ ചേച്ചി നടത്തുന്നത്, പിന്നെ ഒരു നളിനി എന്ന് പറഞ്ഞൊരു സ്ത്രീ നടത്തുന്നത്, താൽക്കാലികമായിട്ടൊരു കല്യാണി കമ്പനി ഉണ്ടായിരുന്നു. കമ്പനി വീടെന്നല്ല എന്ന് പറഞ്ഞിരുന്നു. പശുവിനെ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവരെ വീട്ടിലൊക്കെ കുറച്ച് ചാവാലി പശുക്കളുണ്ടാവും. അതിനെയാണ് കുറെ വിൽക്കുമ്പോൾ ചിലതൊക്കെ അങ്ങനെ ഇതാകുമ്പോൾ വിൽക്കും. ചിലപ്പോൾ ആൾക്കാരങ്ങനെ കാണിക്കാൻ എവിടെയെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഒരു മുറുമുറുക്കലൊക്കെ തുടങ്ങുമ്പോൾ പശുവിനെ വിൽക്കും. പിന്നെ നല്ല ആ പരിസരത്തുള്ള മാഷന്മാരൊക്കെ ആയിരുന്നു അവിടുത്തെ ക്ലയന്റ്. ചില ടീച്ചർമാര് അവിടുത്തെ സെക്സ് വർക്കറായിട്ട് വന്നിട്ടുണ്ട്. ഒരു നളിനി ടീച്ചർ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. അവരവിടെ സ്കൂളിൽ പോയി പഠിപ്പിക്കും, മറ്റേ ടൈമിൽ ഇവിടെ വരും. അതേ ഞാൻ പറഞ്ഞു, സെക്സ് വർക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാഴ്ചപ്പാടിൽ ഒരു പണിയും തൊഴിലും ഇല്ലാണ്ട് ഇത് തന്നെ പണിയായിട്ട് വന്നൊരു സ്ത്രീകളല്ല സെക്സ് വർക്കർ. പക്ഷെ ഞാൻ ആ കൂട്ടുകൂടി നിൽക്കുന്നത് ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. മാനിക്കായിട്ട് പിരിഞ്ഞ എന്തുകൊണ്ട്? മാനിക്കായിട്ട് പിരിഞ്ഞല്ല, മാനിക്ക് ഗൾഫിൽ പോയി വന്ന ശേഷം എന്നെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടുകാരി ഞാൻ ആരകൂടി പോയി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മാനിക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് അവർക്ക് കൊടുത്ത് അവരെനിക്ക് തന്നില്ല. പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഞങ്ങൾ കണ്ടു. പക്ഷെ അന്ന് മാനിക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അന്നാൾ വീട് പണിയൊക്കെ നടക്കുകയായിരുന്നു. പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോയി, കണ്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ അന്വേഷിച്ചു വന്ന ഒരാളല്ല. അതിനിടയ്ക്ക് മാനിക്ക് കല്യാണം കഴിച്ചു. മാനിക്ക് അമ്മയില്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇളയമ്മയും ആൾക്കാരൊക്കെ നല്ല അയാളെ ഒരു മഴ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പം നമ്മളൊക്കെ അന്വേഷിച്ചെന്ന് അയാൾക്ക് അത് ബാധിക്കും. പിന്നെ അയാളെ ഭാര്യയുണ്ട്. ഒരു കുടുംബം തകർത്തിട്ട് ഒരാളെ തിരിച്ചതിൽ നിന്ന് പിടിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചു. ആദ്യത്തെ പ്രണയം ശരിക്കും അതാണ്. അയാളെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അയാളായിരുന്നു. പക്ഷെ അതേ ടൈമിൽ ഞാൻ പറഞ്ഞേ കുഞ്ഞുക്കേനെ കണ്ടപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരാളും വരില്ല. അയാൾ പലതരത്തിലാണ്. അയാൾ എന്താ പറയുക, ഒരു സെലിബ്രിറ്റിയാണ്. ഈ ലോകത്തിനോട് ഞാൻ നളിനിയുടെ ഫ്രണ്ടാണെന്ന് അയാളെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. 1 2 3 ഒന്ന് എൻ്റെ അമ്മയും, 2ാമത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും, 3ാമത് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും അടുത്തുള്ള പെണ്ണ് നളിനി ജമീലയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് റെക്കോർഡാണ്. ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും നളിനി ജമീലയും തമ്മിൽ എങ്ങനെയായിരുന്നു? അതെൻ്റെ ബുക്കിന് വേണ്ടിയിട്ട് അയാൾ ആദ്യത്തെ ഐ ഗോപിനാഥ് എഴുതിയ ബുക്കിന് അവതാരിക എഴുതിയിട്ടുണ്ടായിരുന്നു. നീലവിരിയിട്ട ജാലകം എന്നാണ് അവതാരിക എഴുതിയ. അതിൻ്റെ ഇതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല, ബുക്കും ഇല്ല, എല്ലാം പോയി. അപ്പം അത് അവതാരിക എഴുതിയിട്ട് അന്ന് ബുക്ക് റിലീസിൻ്റെ അന്ന് അയാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കണ്ട് സംസാരിച്ചു. അപ്പം ഇയാളെ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കഥകൾ എന്ന് പറഞ്ഞാൽ വലിയ കഥകളല്ല, അയാൾ ചെറിയ ചെറിയ കഥകളെയും മനോരമ പോലെയുള്ള വീക്കിലികളിൽ എഴുതുമായിരുന്നു. അപ്പം അതൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മിക്കവാറും എഴുത്തുകാരെ പറ്റിയിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ തുണ്ടുമുറിയും പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു. പിന്നീട് ഞങ്ങളെ പൊതുവെ ആയുള്ള ഫ്രണ്ടിൻ്റെ ഒരു ബുക്ക് റിലീസിന് വന്നപ്പോൾ ഞാൻ അയാളും കൂടെ നല്ല കമ്പനിയായി. അപ്പം ഞങ്ങൾക്ക് രാത്രി മദ്യപാന സദസ്സുണ്ടായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ മാത്രം അവിടെ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ 10-26 പേരുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് താഴെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന്, മേലെയായിരുന്നു ബുക്കിൻ്റെ റിലീസിന്, ഇറങ്ങി വന്നിട്ട് കുഞ്ഞിക്ക് ഇരുന്നിട്ട് ഒരു കസേര വലിച്ചിട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞൊക്കെ എനിക്കൊരു ഉമ്മ തന്നു. ഞാൻ തിരിച്ചു കൊടുത്തു. 26 പേരിങ്ങനെ ചില പോലെ നിന്ന് പോയി. അപ്പോൾ നമ്മുടെ DC ശ്രീകുമാർ ചോദിച്ചു, അത്രയൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം ഇയാളെ വിചാരം ഞങ്ങൾ പണ്ടേ ഇവിടെ ഒന്നിച്ചായിരുന്നു എന്നാണ്. അങ്ങനെ ആ സൗഹൃദം. പിന്നെ അയാൾ ഫോൺ നമ്പർ തന്നു. അതിനിടയ്ക്കാണ് ഞാൻ പറഞ്ഞില്ലേ, മൈത്രയൻ എന്നെ ആൾക്കാർക്ക് തെറി വിളിക്കാൻ വേണ്ടി ഫോൺ വാങ്ങിച്ചിരുന്നു. ആദ്യത്തെ ഫോൺ അതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കുഞ്ഞിക്ക് വിളിക്കും, എവിടെയെങ്കിലും ചിലപ്പോൾ മറ്റേ കോഴിക്കോട് ഒരു ലോഡ്ജുണ്ട് അയാൾക്ക്, ജയിലിൻ്റെ അടുത്തുള്ള, അതിൻ്റെ പേര് പോയി മറന്നുപോയി, അവിടെ വിളിക്കും. അല്ലെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് വിളിക്കും. തിരുവനന്തപുരത്ത് വന്നാൽ അയാൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വിളിക്കും.
ഞാൻ ആ പരിസരത്ത് ഉണ്ടെങ്കിൽ പോകും. അങ്ങനെ കുറേ കാലം സുഹൃത്ത് കം ക്ലൈന്റ് എന്നൊക്കെ നമുക്ക് എല്ലാ അർത്ഥത്തിലും സുഹൃത്താണോ ക്ലയൻ്റാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയും പറയേണ്ടി വരും. കാരണം എൻ്റെ മകൾ നല്ല ആരോഗ്യ പ്രശ്നമായിട്ട് ആസ്പത്രിയിൽ കിടക്കുമ്പോൾ കോഴിക്കോട് അയാൾ കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോടാണ് അപ്പോൾ താമസിക്കുന്നത്. ആ ബില്ലൊക്കെ കെട്ടിയത് അയാളാണ്. അങ്ങനെ പലതരം സഹായങ്ങൾ ചെയ്തിട്ട് ശരിക്കും ഉള്ള ഒരു ശരിക്കും സ്നേഹിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അതെ, അയാളെ പോലെ വേറെ ആൾക്ക് ആവാൻ പറ്റില്ല. ഇപ്പം മാനുക്കയ്ക്ക് ഇതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയണത്. മാനുക്ക എപ്പോഴും ചില സ്ഥലത്തെങ്കിലും ഞാനൊരു മാന്യനാന്ന് കാണിക്കണം എന്ന് തോന്നിയ ആളൊന്ന് സ്റ്റഡിയായിട്ട് നിൽക്കും. നീ പോയിക്കോ, ഞാൻ പിന്നാലെ വരാമെന്ന് പറയും. ചില സ്ഥലത്ത് അയാൾ അവിടുത്തെ ചുമട്ട് തൊഴിലാളിയായിരുന്നു. പിന്നെ അയാളെ കുട്ടിയപ്പന്മാരെ മാമാമാരെയൊക്കെ കാണുമ്പോൾ അങ്ങനെ നിൽക്കും. പക്ഷെ അയാൾക്ക് അതൊന്നുമില്ല. അയാൾ എവിടെ പോയാലും പക്ഷെ അയാൾക്ക് കുറച്ചുകൂടെ ബലം ഉണ്ടായിരുന്നതാണ്. അത് വേറെ കാരണമാണ്. അത് ഇയാൾക്ക് ബലക്കുറവ്, അയാളുടെ ബലഹീനത കഴിഞ്ഞല്ല. അമ്മയൊക്കെ ഇല്ലാണ്ട് മറ്റുള്ളവർ ശാസന വളർന്ന് കിട്ടി എന്നുള്ള എനിക്കെല്ലാം കുറേ പ്രശ്നമുണ്ട്. പിന്നെ മാനുക്കയ്ക്ക് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു അത് അപകടം പിടിച്ച പണിയാണ്, കാരണം നിനക്ക് ജമാഅത്തിന്ന് നിന്നെ അതാക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പൊന്നാനി കൊണ്ടുവന്ന് അവളെ കെട്ടുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്കാർക്ക് പേടിയായി. ഇയാൾ പറഞ്ഞാൽ ചിലപ്പം ചെയ്തു പോകും. അപ്പം ഇവർ ഭയങ്കര ഉപദേശവും ഭയങ്കര കെയറിങ് ആയിട്ട് കഴിയുന്നിടത്തോളം എൻ്റെ അടുത്തേക്ക് വരാത്ത രീതിയിൽ പിടിച്ചു നിർത്തി. ഈ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ളയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറെയും പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഒരുപാടുണ്ടായിരുന്നു. അയാളെ പ്രണയം പറയാൻ കേൾക്കാനാണ് എന്നെ വിളിച്ചിരുന്നത്. ഞാൻ പ്രണയിനിയായിരുന്നില്ല. അയാളുടെ പ്രണയത്തിനെ ഭയങ്കരമായിട്ട് അയാള് ഹൈലൈറ്റ് ചെയ്ത് അയാൾ പോയത്, ഭക്ഷണം കഴിച്ചത്, ബോട്ടിൽ യാത്ര ചെയ്തത്, അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്ത് എവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോകളൊക്കെ കൊണ്ടുവന്നൊരു ആൽബം കൊണ്ടുവന്ന് മുന്നിലിട്ടിട്ട് ഇത് ഈ സ്ഥലത്തായിരുന്നു, ഇത് ഈ സ്ഥലത്തായിരുന്നു, ഇത് ഇവളായിരുന്നു, അത് അവളായിരുന്നു, അവൾ എനിക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ കഥ കേൾക്കാനായിട്ട് അതായത് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ VR സുധീരോ എഴുത്തുകാരൻ, ഈ നളിനി ജമീലയായിട്ട് ഇത്രയും പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള അടുക്കാൻ ഒരു കാരണം എന്തായിട്ടാണ് തോന്നിയത്? എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അയാൾ ബുക്ക് എഴുതാനായിട്ട് ആദ്യമാണല്ലോ അയാൾ എന്നെ കാണുന്നത് അങ്ങനെയാണല്ലോ, ഞാൻ അയാളെ കാണല്ല, അയാൾ എന്നെ കാണുന്നത്. അപ്പോൾ അയാൾക്ക് നാച്ചുറായിട്ട് പോകുന്നൊരു സ്ത്രീ എന്നുള്ളൊരു രീതി തോന്നിയിട്ടുണ്ടാവും. പലർക്കും പല ആൾക്കാർക്ക് ഇപ്പോൾ പലതും മറച്ചു വയ്ക്കാനുണ്ടാവില്ല. ഞാൻ വേറൊരു ഇതിൽ പെട്ടതാണ്. നിങ്ങൾ വന്നേ തീരോ തന്നേ തീരോ, എനിക്ക് പൈസ വേണം, എനിക്ക് ഇത്ര രൂപ വേണമെന്നൊന്നും കേൾക്കാറില്ല. ഞാൻ മോൾക്ക് സുഖമില്ലാണ്ട് കിടന്നപ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അതിനൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതിൻ്റെ ബാർ ആൻഡ് ലോഡ്ജിൻ്റെ പേര് മറന്നുപോയി. എപ്പോഴേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല കുഞ്ഞിക്ക, മോള് ഇങ്ങനെ സുഖമില്ലാണ്ട് ആസ്പത്രിയിൽ, പൈസയ്ക്ക് എന്താ അടി ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ബുക്ക് എഴുതിയ ശേഷം എനിക്ക് പൈസ കിട്ടില്ല എന്ന് അയാൾക്ക് അറിയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു വഴിയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ ഒരു 10 നിമിഷത്തിൽ അയാളെ പഴയ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളെ വിളിച്ചിട്ട്, രാജൻ എന്നായിരുന്നു അയാളുടെ പേര്, വിളിച്ചിട്ട് ഒരു 3000 രൂപ കൊടുത്തു വിട്ടു. അപ്പോൾ 3000 രൂപ എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ നല്ല വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അവന് 3500 രൂപ വിലയുള്ള കാലത്താണ് 3000 കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു വിട്ടു, അവളോട് പറയും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അവസാനം വരെ ആസ്പത്രിയിൽ നിന്ന് വീട്ടിൽ പോകുന്നവരെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി അയാൾ നോക്കിയത്. അത് അങ്ങനെ സാധാരണ ഒരു മനുഷ്യരുടെ കയ്യിൽ നിന്ന് അങ്ങനെ വരില്ല. അയാളുടെ ഉള്ളിൽ അങ്ങനെ ഉള്ളിൽ ചിലപ്പോൾ ചില സങ്കല്പങ്ങൾ ഉണ്ടാവില്ല. ഇന്ന ആളായിരിക്കണം നമ്മുടെ കൂട്ടുകാരെന്നൊക്കെ. അപ്പോൾ പ്രണയത്തിനപ്പുറം നമ്മൾ ബെസ്റ്റിയായിരിക്കാന്നൊരു സങ്കല്പം ഉണ്ടല്ലോ, അതായിരിക്കും. ഈ ചെറിയ പയ്യന്മാരൊക്കെ വരുമ്പോൾ എന്ത് പറഞ്ഞു വിടുവോ? അതെയോ? ഞാൻ കണ്ടാൽ ഒരുപാട് പയ്യന്മാർ വന്നിട്ടുണ്ട്. 15ഉം 16 വയസ്സായി. എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ട്. അവളെ കൂട്ടുകാർ മുഴുവൻ +2 വിദ്യാർത്ഥികളാണ്. അവളെ ക്ലൈൻറ്റ് കൂട്ടുകാരെല്ലാം. ഞാൻ പറയും, മക്കളെ നിങ്ങളുടെ അമ്മയാണ് അമ്മയ്ക്ക് പ്രായമാണ്. അല്ല ചോദിച്ചാൽ അതൊന്നും പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമാണ്, പറ്റൂല. അപ്പോൾ സബിത ആൻറ്റി അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞു, നീ സബിത ആൻറ്റിയുടെ അടുത്ത് പോയിക്കാന്ന് എൻ്റെ ഇഷ്ടം. എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറ്റിയ ആൾക്കാരല്ല. എൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. അവർ പിന്നെ കുറേ ആനപുനമ്പത്താറയെന്നൊക്കെ പറയും. ഇനി അത് വിശദീകരിച്ച് പറയണ്ടോ? ഞാനതൊന്നല്ല, എനിക്കൊരു തോന്നലുണ്ട് ഇതെനിക്ക് പറ്റും. പക്ഷെ അതേ ടൈമിൽ ചില സമയത്ത് ഇപ്പം നമ്മൾക്ക് കയ്യിലൊരു കാശുമില്ല, വിശന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കുട്ടിയെന്നുള്ളതല്ല, എന്നേക്കാളും കുറെ കൂടിയ വയസ്സാണെങ്കിലും അല്ലെങ്കിൽ അയാൾക്കൊരു മുരട്ടുതരമുള്ള ആളാണെന്ന് തോന്നിയാലും തൽക്കാലം കാശ് മേടിക്കുക, ബാക്കി മുരട്ടുതരക്ക് നമുക്ക് ഫേസ് ചെയ്യാമെന്നും പറഞ്ഞു പോകും. അതാണ് എൻ്റെ ആവശ്യം.
ഈ സമൂഹത്തിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ, അതായത് പുച്ഛിക്കല് അല്ലെങ്കിൽ അപമാനിക്കല് അങ്ങനെയൊക്കെ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? പഴയ കാലത്തല്ല, പുതിയ കാലത്ത് ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. ഇപ്പോഴും പുതിയ എന്താ മനസ്സിൽ ഭയങ്കരമായിട്ട് വേദന തോന്നിയ ഇൻസിഡന്റ് പറഞ്ഞു? ഒരുപാട് ടൈമിൽ ഒരുപാട് ഒരുമിച്ച് നിന്ന ആൾക്കാർ. ഞങ്ങൾ മറ്റേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു എന്നല്ലേ, ചില്ല എന്ന് പറഞ്ഞ എൻ്റെ സ്ഥാപനത്തിന്. അപ്പോൾ ആ സ്ഥാപനം കുറേ ഈ ഭ്രാന്തന്മാരെ നമ്മളെ സമൂഹത്തിൽ എങ്ങനെ കാണുന്നൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഒരു 10-200 ആൾക്കാർ പലതരം സോഷ്യൽ വർക്കിൽ നിൽക്കുന്ന സ്ത്രീയും പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പം എന്നെ അവിടേക്ക് ക്ഷണിച്ചു. അപ്പോൾ പല സ്ഥലത്തും കയറി പോകുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇവിടെ ഞാൻ ഫിറ്റല്ല എന്ന് എനിക്കറിയാം. പക്ഷെ വിളിക്കുന്നത് ചിലപ്പം അനിൽ, മൈത്രയൻ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ വാതിൽക്കൽ വന്ന്, വലിയൊരു ഹാളാണ്, 200 പേരെന്ന് പറയുമ്പോൾ കുറച്ച് ഇതുണ്ടല്ലോ, ഒരു ഓവൽ മോഡലുള്ള. ഞാനിങ്ങനെ നിന്ന് നോക്കുമ്പോൾ മൈത്രയൻ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ട് വാ വാ എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അനിൽ കുറച്ച് എണീറ്റ് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുത്തി. അങ്ങനെ ഞങ്ങൾ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ട് കാപ്പി ടൈമായി. ഇപ്പോൾ കാപ്പി കുടിക്കാൻ കയറിയപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു പരസ്പരം. ഞാൻ ഡോക്ടർ, ഞാൻ ഇവരെന്നൊക്കെ പറഞ്ഞു. എന്താ പേര്? ഞാൻ പറഞ്ഞു നളിനി. എന്ത് വർക്കാണ് ചെയ്യുന്നത്? ഞാൻ സെക്സ് വർക്കറാണ് ഞാൻ പറഞ്ഞ്. അപ്പോൾ ബാത്റൂമിലേക്ക് പോകാനൊരു ഇടനാഴിയുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഫസ്റ്റിലാണ് പരിചയപ്പെടുന്നത്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഒരു 3/4% പേരും ഈ ചുമരനെ നോക്കിയാണ് നിൽക്കുന്നത്. നമ്മൾ സിനിമയിൽ വിഷ്വൽ കാണുന്ന പോലെ ഞാൻ എൻ്റെ നടുക്കു കൂടെ അങ്ങനെ വന്നു. അപ്പം എനിക്ക് തോന്നി മനുഷ്യൻ പേടിക്കുക എന്നൊരു പേര്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷമാണ് തോന്നിയത്. ഒറ്റ വാക്കുകൊണ്ട് ഞെട്ടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് വാക്കുണ്ടാവും, അങ്ങനെ മനുഷ്യൻ ഞെട്ടുന്ന ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സിനിമയിൽ വന്നിട്ട് സിനിമയുടെ വർക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളിലൊരു ജന്മശത്രുവായിട്ട് ഒരാൾ എന്നെ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ ആ ജന്മശത്രു കണ്ടത് അവരുടെ തെറ്റിദ്ധാരണയാണ്. അതിലൊരാളാണ്. അങ്ങനെ തോന്നാൻ കാരണം അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് എന്നോട് വളരെ സോഷ്യലായിട്ട് ഇടപെടും. ഞാനും തിരിച്ചു. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആള് ഇവള് പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവള് പ്രണയിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആളെ കുറെ ഈ സിനിമയ്ക്ക് മുമ്പേ പരിചയമുള്ള ഒരാളാണ്. മൈത്ര എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെ കാണുമ്പോൾ അയാള് എന്താ പറയാ, വീട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചുകൊണ്ടെന്ന് വരും, മദ്യം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ മേടിച്ചുകൊണ്ട് വരും. അയാൾക്ക് എന്നെ കാണുമ്പോൾ അത് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നലുണ്ട്. ഞാനിതൊക്കെ എനിക്ക് വേണ്ട സാധനമായതുകൊണ്ട് ഇതിനൊന്നും നിഷേധിക്കാറില്ല. മദ്യം എനിക്ക് വേണ്ടതാണ്, ഭക്ഷണം വേണ്ടതാണ്. അയാൾ എനിക്ക് പ്രത്യേകം കിടക്കാനുള്ള സൗകര്യം അയാളെ വീട്ടിൽ പോകണമെങ്കിൽ തരുമൊക്കെ ചെയ്യും. ഒരു ദിവസം അയാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് എത്ര വയസ്സായി? 63. അങ്ങനെയല്ലല്ലോ പറഞ്ഞ, 33 എന്നാണല്ലോ കേട്ട. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ പറഞ്ഞ? അത് എന്നാട് പറഞ്ഞു. അയാളുടെ കണ്ണിയെ കൂടെ നോക്കുമ്പോൾ എനിക്ക് 33 കാണുന്നു. അതെന്റെ തെറ്റല്ല. ഞാനത് ഉണ്ടെന്നും പറയാൻ പോയില്ല, ഇല്ല എന്നും പറയാൻ പോയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത എന്തോ ഒരു ഇഷ്ടം നിലനിൽക്കുന്നുണ്ട്. അത് ശാരീരികമല്ല എന്ന് ഉറപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഞാൻ 26 വർഷമായിട്ട് എന്നെ കാണും. ഇപ്പോഴാണല്ലോ ഞാൻ വയസ്സായ ആൾ എന്നുള്ള കൺസെപ്റ്റ്. 26 വർഷം മുമ്പ് എങ്ങനെയാണ് അയാൾ എന്നോട് പെരുമാറുന്നത്, ഇന്നും അയാൾ എന്നോട് അതാ പെരുമാറുന്നത്. പക്ഷെ അയാളെ പ്രണയിനിയായി ഭാര്യയാണെന്നും ഞങ്ങൾ ഇത്ര വർഷം ഒരുമിച്ച് ജീവിക്കുകയാണെന്നും പല ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ ഇവള് എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ എന്നെ കാണുമ്പോൾ മുറുമുറുക്കലും എന്നെ എവിടെയൊക്കെ കൂട്ടാൻ പറ്റാതെ എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നുള്ള ഇതും ഒക്കെ ആയിട്ട് അവള് നടക്കുന്നുണ്ട്. എനിക്കതൊന്നും ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ സുഹൃത്തായി കണ്ടത് അയാളെ മാത്രമാണ്. അയാൾക്ക് കുറെ ഭൂതഗണങ്ങൾ ഉണ്ടാവും. ശിവൻ ഉണ്ടെങ്കിൽ ഭൂതഗണങ്ങൾ ഉണ്ടാവും. അതുകൾക്ക് അതിന്റെ ജോലി ഉണ്ടാവും. ഞാൻ അവിടെ ശിവനെ മാത്രമേ കാണുന്നുള്ളൂ, ഭൂതഗണങ്ങളെ കാണുന്നേ ഇല്ല. സെക്സിന് വേണ്ടി അല്ലാതെ നമ്മൾക്ക് സഹായങ്ങൾ ചെയ്യുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്ത ആൾക്കാരുണ്ടായിട്ടില്ലേ? ഈ പറഞ്ഞ ആളല്ലാതെ ഉണ്ട്. അതിൽ പെട്ടതാണ് മൈത്രേയൻ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കളക്ടർ TV സുഭാഷ് എത്രയോ പ്രാവശ്യം എനിക്ക് പണം തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്.
അവനെ സെക്സിന് നിന്ന് മാത്രം കൂടിയല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവനൊരു മകൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. കാരണം അത്രയ്ക്ക് വയസ്സ് വ്യത്യാസമുണ്ട് എന്നോട്. അവനാ കളക്ടർ ആവാൻ പോയി ആയ ശേഷം ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. കാരണം അയാളൊരു അത് വഴി പിരിഞ്ഞപ്പോൾ അയാൾ വഴി പിരിഞ്ഞു. അത്ര ഒരുപാട് ആൾക്കാരുണ്ട്. ഈ തൃശ്ശൂർ തന്നെ വേറെ ആൾക്കാരുണ്ട്, ചിലരെയൊന്നും പേര് പറയാൻ പറ്റില്ല. നളിനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമാവും, ചിലപ്പം വേറെ ഇടപെടലുകളാവാം. അങ്ങനെ വലിയ നല്ലൊരു കൂട്ടായ്മയുണ്ട് എനിക്ക്. തിരിഞ്ഞു നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. ചെയ്തത് ഒരു കുറ്റബോധമായിട്ടോ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഇപ്പൊ തോന്നാത്തത്? ആദ്യകാലത്ത് സെക്സ് വർക്ക് എന്ന് പറഞ്ഞാൽ ചീത്ത തൊഴിലാണെന്നും അത് ഞാൻ ചെയ്യാൻ പാടില്ല, ഞാൻ എന്നല്ല ആരും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാൻ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ കരുണ വാസവദത്തനെ പറ്റിയുള്ള കഥാപാത്രത്തിനെ ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന ഒരാളാണ് മനസ്സുകൊണ്ട്. ഒപ്പം ഉപഗുപ്തനെയും ഞാൻ അത് വായിച്ചു. ഒരു 7 വയസ്സിലാണ് ഞാൻ വായിക്കുന്നത്. അപ്പോഴല്ല തോന്നിയത്, പോകെയാണ് ഞാൻ പറയുന്നത്. കുറെ കാലം അത് 18 വയസ്സ് വരെ കരുണ എനിക്ക് വായിക്കാൻ കയ്യെത്തും ദൂരത്തുണ്ട് എന്നാളാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് അത് അവളുടെ ജോലി. പക്ഷെ അയാളെ ഉപഗുപ്തനെ വെറുതെ വിടണമായിരുന്നു. തൊഴിലാളി നേതാവ് ഏതൊരു മുതലാളിയെ കൊന്നു, അത് ശരി ഇതാണ് ഉപേക്ഷിക്കുന്ന അയാളോട് പറയണ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളാണ്. പക്ഷെ എന്നിട്ട് ഒരു സെക്സ് വർക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപമാനം കൊണ്ട് മാത്രമാണ്, അതിൽ പീഡനം മാത്രമല്ല. എന്നെ സെക്സ് വർക്കർ എന്ന് പറഞ്ഞാൽ ചീത്ത സ്ത്രീ എന്നാണ് എല്ലാവരും കാണും, ചീത്ത സ്ത്രീ. അപ്പം എന്നെ ഒരു ചീത്ത സ്ത്രീ ആയിട്ട് കാണുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് മോശമാണെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തും പറയാണ്ട് 99 വരെ ജീവിച്ച ആളാണ്. ഞാൻ പ്രഖ്യാപിക്കുന്ന തീരുമാനിച്ചത് 99-ലാണ്. 98-ൻ്റെ ലാസ്റ്റ്, 99 തുടക്കത്തിലാണ്. അത് പ്രഖ്യാപിക്കുന്നു പറയാൻ കാരണം കഴിഞ്ഞ കാല ചിന്തകളെ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് സാധാരണ ഒരു സ്ത്രീയെ പോലെ ജീവിച്ചിട്ടും പല സ്ഥലത്തുനിന്നും എന്നെ ഒഴിവാക്കപ്പെടുക, അപമാനിക്കപ്പെടുക. ഞാൻ ചോദിക്കുന്നത് എന്നെ മാത്രമല്ല ഞാനുണ്ട്. 2000-ലാണ് ഞാൻ കൽക്കത്തയിൽ പോയത്. അവിടെ വലിയ നാഷണൽ സെക്സ് വർക്കർ ദിനം ആയിട്ട് മാർച്ച് 3 തെരഞ്ഞെടുത്ത ദിവസം അത്രയും ആൾക്കാർ അത്രയും തൊഴിൽ ചെയ്യുന്നു, അത്രയും അവർ ആഘോഷമായിട്ട് ജീവിക്കുന്നു, അത്രയും അവരുടെ ഏരിയ അവർ കണ്ടെത്തുന്നു, അത്രയും മനുഷ്യ സൗഹൃദങ്ങൾ അവരുണ്ടാക്കുന്നു. ഇത്രയും വലിയൊരു ലോകത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കണ്ടെന്ന് തീരുമാനിച്ചത് കൊൽക്കത്തയിൽ വെച്ചാണ്, കേരളത്തിൽ വെച്ചല്ല ഞാൻ ആ തീരുമാനം എടുത്തത്. 2ാമത്തെ വർഷം നാഷണൽ സെക്സ് വർക്കേഴ്സ് ഫോറം കൊൽക്കത്തയിലായിരുന്നു. 3ാമത്തെ വർഷം ഈ കേരളത്തിലായിരുന്നു. എന്നെ മാത്രം കഴിവാന്ന് ഞാൻ പറയില്ല. പക്ഷെ മൈത്രേനും ജയശ്രീയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്ന, പോൾസനൊക്കെ നിൽക്കുന്നതിൻ്റെ മുൻനിരയിൽ ഞാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റി. എൻ്റെ മോളായിരുന്നു ഹിന്ദിക്കാരെ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത്. അതായത് കൊൽക്കത്തയിൽ നിന്ന് വന്നവർക്ക് എല്ലാവരോടും ഞങ്ങളിപ്പോൾ ഈ സിനിമയിൽ ഞങ്ങൾ വസ്ത്രം നിങ്ങൾ തനിയെ കൊണ്ടുവരുന്ന പറഞ്ഞവരെ ഞങ്ങൾ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ വണ്ടിക്കൂലി എല്ലാ സ്ഥലങ്ങളും കൊണ്ടുവരണം, ഞങ്ങളിവിടെ റൂം എടുത്തിടും, നിങ്ങൾ പൈസ കൊടുത്ത് റൂം എടുത്ത് താമസിക്കണം, ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം, നിങ്ങളെ പ്രോഗ്രാമുകൾ ഇവിടെ അവതരിപ്പിക്കുക എല്ലാം പറഞ്ഞപ്പോൾ അതിനെ ഹിന്ദിയിലുള്ളവരെ മാനേജ് ചെയ്തിരുന്നത് എൻ്റെ മോളാണ്. എൻ്റെ മോൾക്കന്ന് 19 വയസ്സ്. ഞാൻ എൻ്റെ 19, 18, 19 അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മോളെ പേടിച്ചിരുന്നില്ല. എന്താണെന്നറിയോ, ഇത്രയും വലിയൊരു സെക്സ് വർക്ക് സമൂഹത്തിൽ നിന്നാൽ എൻ്റെ മോളെ അതിൽ ആരെങ്കിലും വഴി തെറ്റിച്ച് കൊണ്ടുപോകുന്നു ഞാൻ പേടിച്ചിരുന്നില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലർ ഒരു കാരണമില്ലാണ്ട് പിടിച്ചുകൊണ്ടായി സെക്സ് വർക്കർ ആക്കുന്നവരുണ്ട്. ചിലർക്ക് ഒരു ചായ്വ് ഉണ്ടാവണം. പക്ഷെ സ്റ്റഡിയായി നിന്ന എൻ്റെ മോൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ കന്യാകുമാരിയിൽ താമസിക്കും മുമ്പ് ഒരു ട്രാൻസ്ജെൻഡറുടെ കൂടെ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഷോള് വിരിച്ചിട്ട് എൻ്റെ മോളും അവനും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവനെ കണ്ട ട്രാൻസ്ജെൻഡർ ആയിട്ടല്ല തോന്നുന്നു, അവനെ കണ്ട ശരാശരി പുരുഷനായിട്ടാണ് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് പേടിയുണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല അമ്മ, നമ്മുടെ ശിവേട്ടനല്ലേ. മനസ്സിലായോ? അങ്ങനെ ഇപ്പോൾ അമ്മ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മോൾ അതിലേക്ക് പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്നോട് ആദ്യം ചോദിച്ചത് അജിതയാണ് ചോദിച്ചത്. നളിനി സെക്സ് വർക്ക് നല്ലതാന്ന് പറയുമ്പോൾ മോളെ എന്തുകൊണ്ട് അതിലേക്ക് വിടുന്നില്ല എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഞാൻ വിടുന്ന ആളല്ല. ഞാൻ ഇന്ന് വരെ ഒരു സ്ത്രീയോട് ഒരു കുട്ടിയോടും അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഞാൻ എവിടെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല തൊഴിലാണ് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു കൊടുത്തത് സെക്സ് വർക്കറായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു പട്ടാളക്കാരൻ യുദ്ധമുഖത്ത് എങ്ങനെ നിൽക്കുന്നു, ഫയർ നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നീ എങ്ങനെ നിൽക്കുന്നു, അവിടെ നിൽക്കാനുള്ള ധൈര്യം വേണം ഒരു സെക്സ് വർക്കർക്ക്. ചുറ്റിനും ആക്രമണം ഉണ്ടാവും, ഒരുപക്ഷെ അതിജീവിക്കും അല്ലെങ്കിൽ മരിക്കും. ഈ മനസ്സോടുകൂടി നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഞാനല്ലാണ്ട് ഇത് നല്ല തൊഴിലാണ്, നിങ്ങൾ ഇതിലേക്ക് പോവാ, എണ്ണത്തീ കൂട്ടണമെന്നോ വേറെ എന്തെങ്കിലും അതിന് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞില്ല. പിന്തിരിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ആരെങ്കിലും? അവർക്ക് പിന്തിരിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരോട് ഞാൻ ഒരു 20-22 വയസ്സുള്ള ആൾക്കാരോട് കണ്ടപ്പോൾ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഇത് ഓപ്ഷൻ ഉണ്ട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എല്ലാവരും അല്ല, ചിലർ ചേച്ചി പിന്നെ എന്തുകൊണ്ട് അതിൽ നിന്ന് പോയി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മാറാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ശ്രമിക്കുന്ന കാലത്ത് എനിക്കിത് മോശമായെന്ന് തോന്നി, പക്ഷെ എനിക്കിപ്പോൾ തോന്നണില്ല. ഞാൻ തുറന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത് 3 പ്രാവശ്യങ്ങളിൽ മാറി നിന്നിട്ടുണ്ടല്ലേ? അതെ, അത് മാറി നിന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് വീണ്ടും അങ്ങോട്ട് പോകേണ്ടി വന്നു. അതെ, അത് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് വേറൊരു ഓപ്ഷൻ നമുക്ക് തുടങ്ങാനൊരു സാധനം എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. 35 പേരെ ഞങ്ങൾ ജ്വാലാമുഖിയെയും മറ്റേ പേംജാലയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 35 പേരെ ഈ തൊഴിലിൽ നിന്ന് മാറ്റി വേറെ തൊഴിൽ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് വയസ്സായവരായിരുന്നു. എല്ലാവരും പറയും വയസ്സായ എന്ത് ചെയ്യുന്നതാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാം, ഇത് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ പ്രായമുള്ളവരെങ്ങനെ എന്ത് ചെയ്യും, എന്തൊക്കെ ചെയ്യും? പല ആൾക്കാരും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നിൽക്കുക. പല ആൾക്കാരും വേറൊരാളെ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടായിട്ടായിരിക്കും നിൽക്കുക. അതിൽ കുറച്ച് ആൾക്കാർ ഈ 2 പേരെയും അംഗീകരിക്കാൻ പറ്റാണ്ട് ഒറ്റപ്പെട്ടു പോകും. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു സ്ഥാപനം തുടങ്ങി വെച്ചത്. അതൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവർക്ക് പെൻഷൻ, അവർക്ക് അത് പ്രായമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരു അച്ഛനോ മക്കളൊക്കെ അറിഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പം ഏകദേശം ബംഗ്ലാദേശ് കോളനിയിലുള്ള എല്ലാ പ്രായമായ ആൾക്കാർക്ക് അവരുടെ മക്കൾക്ക് അറിയാം എൻ്റെ അമ്മ ഇതാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് അറിയാം. അവരവരെ സംരക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കാത്തവരുണ്ട്. സപ്പോസ് സംരക്ഷിച്ചില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം അവർ ഇന്നത്തെ സമൂഹത്തിൽ ഇത് ചീത്തയാണ്, മോശം സ്ത്രീ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഒരു സെക്സ് വർക്കർക്ക് മാത്രമല്ല, ഒരു സ്ത്രീക്ക് മാത്രമല്ല, ഒരു വയസ്സായൊരു കിളവനാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വളർന്നു വരാത്തൊരു കുട്ടിയാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഒരു വൈകല്യമുള്ളവരെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും വേറെ തരത്തിലുള്ള ഇതുള്ള ആൾക്കാരാന്ന് ചോദിച്ചു, അവരെ സംരക്ഷിക്കാൻ ഈ സമൂഹം മൊത്തത്തിൽ ഒരു പലതരം ഇതുകൾ വെച്ചിട്ട് അവരെ സഹായിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതിനാണിന് പെണ്ണിന് വയസ്സായവർക്ക് എന്നൊന്നല്ല, ചിലർ നല്ല ചെറുപ്പക്കാരായിരിക്കും. ഏതോ ഒരു കാരണവശാൽ അവർക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാതെ വരും, അവരുടെ മനോനില അതിന് അവരെ ഇതാക്കുന്നില്ലെങ്കിൽ അങ്ങനെ തോറ്റുപോകുന്ന ഒരു മനുഷ്യനാരോ ഒരാളും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ വേണമെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അല്ലേ? പണം കൊടുത്താൽ എത്ര കിട്ടിയാലും ഒരുപാട് ആൾക്കാർ വാങ്ങിക്കും. ഭക്ഷണം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ. നമ്മളൊരു കിടപ്പാടുണ്ടാക്കി കൊടുത്താൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിടക്കുള്ളൂ. ഈ 2 ദുരുപയോഗം ചെയ്യും ഇപ്പം ഇവിടെ ഇല്ല. കൂടെയുള്ളവർ തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് വേറെ കുറച്ച് അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആവാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. കുറച്ച് കൗൺസിലിങ്ങിന് വരുന്നവരുണ്ടല്ലോ ഇപ്പോൾ, കൗൺസിലിംഗ് എന്താണ് അവരുടെ ശരിക്കുള്ള പ്രശ്നം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ചോദിക്കുന്നത്? ഞാൻ മറ്റുള്ളവർക്കും കൂടെ അതൊരു വരാത്തവർക്കും അതൊരു പ്രയോജനമാണ്. ക്ലയൻ്റായിട്ട് വന്ന് കൗൺസിലിങ്ങിന് വരുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ അടുത്ത് പ്രായം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്രായപൂർത്തിയാവാത്തവരല്ല. ആദ്യം എങ്ങനെ ഒരു ചോദ്യം, ഒരു പറച്ചിൽ ഞാൻ ചെയ്യേണ്ടി വന്നത്, ഒരു കല്യാണം കഴിച്ച് ഉപേക്ഷിച്ചിട്ട് 2ാമത് കല്യാണം കഴിക്കാൻ പോണ ഒരാളാണ്. അപ്പോൾ അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ ഇടപെട്ട അങ്ങനെ ഇടപെട്ട, ഞാൻ അവൾക്ക് വേണ്ടി അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നല്ല വേണ്ട. അവൻ്റെ പേര് മനോജ് എന്നായിരുന്നു. ഞാൻ പറഞ്ഞു മനോജ്, നീ വിവാഹം കഴിക്കും മുമ്പേ ആ സ്ത്രീയോട് സംസാരിക്കേണ്ടതായിരുന്നു. നീ ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള നിന്റെ മനസ്സിൽ എന്താണ് ഒരു ഭർത്താവ് എന്നുള്ള സങ്കല്പം? നിന്റെ മനസ്സിൽ എന്താണെന്നൊരു സാമ്പത്തിക സങ്കല്പം. ഭർത്താവിന്റെ രൂപം ഭാവം മാത്രം സങ്കല്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാമ്പത്തികം
ഇന്ന ജലത്തിൽ ജീവിക്കണം, എനിക്ക് എൻ്റെ ഭർത്താവിന് ഗവൺമെൻറ് ജോലി വേണം, ഇന്ന കാറ് വേണം, ഇന്ന ഇത് വേണം എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അത് അവർക്ക് അവകാശപ്പെടാനുള്ള അവകാശം അവർക്കുണ്ട്. അത് വേറെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇല്ല, എൻ്റെ അടുത്ത് ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. അപ്പം അവർ ജോലി ചെയ്യാൻ പോണെങ്കിൽ നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. കുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ കുടുംബം, കുട്ടികൾ, ഇതിലൊക്കെ ഈക്വലായിട്ട് പങ്കുണ്ടാവും എന്ന് നീ അവൾക്ക് ഉറപ്പ് കൊടുക്കണം. അവളുടെ കയ്യിൽ നിന്ന് നീ ഉറപ്പ് വാങ്ങിക്കണം. പണ്ട് പറഞ്ഞില്ലേ നമ്മൾ ഉർവശി ചോദിക്കില്ലേ, പണ്ട് പ്രേമിക്കുമ്പോൾ അങ്ങനെയാണ്. അല്ല, കുടുംബത്തിൻ്റെ എല്ലാത്തരം ഉത്തരവാദിത്തങ്ങളും എല്ലാത്തരം ടെൻഷനും എല്ലാത്തരം സന്തോഷങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് വിവാഹം. ജാതി, പിന്നെ എന്താ പറയുക, വേറെ പലതരം ഇതുകളുണ്ട്, ജാതകം, ഇതൊന്നല്ല ജീവിതത്തിന് വേണ്ടത്. പരസ്പര ധാരണയാണ്. അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ വഴക്കിന് പകരം നമ്മൾ മാറി നിന്ന് നോക്കാം. മാറി നിന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നാവുമെന്ന് തോന്നില്ലെങ്കിൽ നിനക്ക് നിൻ്റെ വഴിയും എനിക്ക് എൻ്റെ വഴിയും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ നടുവിൽ നിൽക്കുന്ന കുട്ടികൾ ബാധ്യതയായിട്ട് കാണുന്നുണ്ട്. ആദ്യം നിങ്ങളറിയും മുമ്പ് കുട്ടികൾ വേണ്ടാന്ന് നിൽക്കുക. നിങ്ങളെ മനസ്സിലാക്കും മുമ്പ്. അത് കഴിഞ്ഞിട്ടൊരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ ഈക്വൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. മനസ്സിലായില്ല? ആ കുട്ടിക്ക് അച്ഛനും വേണം, അമ്മയും വേണം. ഇപ്പോൾ ഭാര്യ ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുട്ടിയെ കാണാനും, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ അവിടെ വന്നിട്ട് കുട്ടിയെ കണ്ട് സംസാരിക്കാനും, നിങ്ങൾ ഒരുമിച്ച് ആ കുട്ടിയുടെ അടുത്ത് സമയം ചെലവാക്കാനും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാറിയിരിക്കാൻ പറ്റില്ല. അത് എനിക്ക് ഗർഭപാത്രമില്ല, അതുകൊണ്ട് ഞാനിത് കേൾക്കണ്ടെന്ന് ഭർത്താവിനും, എനിക്ക് ഗർഭപാത്രം ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ സഹിക്കണേന്ന് പെണ്ണും പറയേണ്ട കാര്യമില്ല. ഈക്വൽ ഉത്തരവാദിത്തം ഉണ്ടാവണം. ഇത്തരം ചർച്ചകൾ ഉണ്ടാവണം. നമ്മളെ പരസ്പരം മനസ്സിലാവണം. പക്ഷെ എത്ര മനസ്സിലാവുമ്പോഴും ടേസ്റ്റ് വ്യത്യാസം വരാം. എത്ര മനസ്സിലാവുമ്പോഴും ടേസ്റ്റ് വ്യത്യാസം വരാം. അത് കാലം കൊണ്ട് കൊണ്ടുവരുന്നതാണ്. അത് പുതിയത് വല്ലതും കണ്ടെത്തിയതായിരിക്കും, പഴയതും മടുത്തു പോയതായിരിക്കും. അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. കുട്ടികളുണ്ടെങ്കിൽ, കുട്ടികളില്ലെങ്കിൽ പോനാൽ പോകട്ടും പോടാന്നൊരു പാട്ടും പാടിയിട്ട് രണ്ടാളും രണ്ടു വഴിക്ക് പോകണം. അവിടെ എന്നെ നീ തേച്ചിട്ട് പോയില്ലടി, എനിക്ക് നിന്നേലും വലിയവരെ കിട്ടും എന്നുള്ള വെല്ലുവിളിയൊന്നുമല്ല. നിങ്ങൾ തിരഞ്ഞെടുത്താണ് നിങ്ങളുടെ വഴി. അതുകൊണ്ട് കല്യാണങ്ങൾ 2 പേര് തിരഞ്ഞെടുക്കണം. 4 പേരോട് അഭിപ്രായം ചോദിക്കാം. പക്ഷെ അവർ പറയണ കേൾക്കാന്നല്ലാത്ത അഭിപ്രായം ചോദിക്കും. സാമ്പത്തികത്തിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കണം. എനിക്ക് 50,000 ശമ്പളം ഉണ്ട്, നിങ്ങൾക്ക് 30,000 ഉള്ളോ, ഞാനെങ്ങനെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പാടില്ല. നിങ്ങൾ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ അതിനൊരു ഇതുണ്ടാക്കണം, നിങ്ങൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതം, എന്താണ് മാറ്റി വയ്ക്കേണ്ടത്, എന്താണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഒന്നില്ലാണ്ടായിപ്പോലും നാളെ നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള മാനസിക ബലം ഉണ്ടാവണം. ഇത്രയൊക്കെ ഇല്ലെങ്കിൽ കല്യാണം വേണ്ടല്ലോ. വേറെ ഒന്നിച്ച് ജീവിതം ജീവിക്കാനും കുറേ ഓപ്ഷനുണ്ട്. പഴയ തലമുറക്കാരിൽ ഞാനല്ലാതെ ആരും ഇത് പറയാൻ തയ്യാറാവില്ല. പക്ഷെ ഞാൻ പറയുന്നു, മനുഷ്യൻ വളരെ കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. കുറേ കാലം നിങ്ങൾ കുട്ടിയായിട്ട് ജീവിക്കും, കുറേ കാലം നിങ്ങൾ ഉറങ്ങി ജീവിക്കും, കുറച്ചു കാലം നിങ്ങൾ പഠനത്തിന് വേണ്ടി ജീവിക്കും, പിന്നെ കുറച്ചു കാലം സാമ്പത്തികത്തിന് വേണ്ടി ജീവിക്കും, കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ വയസ്സ് എന്നുള്ളതിൽ പോകും. അപ്പോൾ ഈ സന്തോഷത്തിന് ജീവിക്കാൻ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ 90 വയസ്സായിട്ട് വരെ ജീവിച്ച 90 വർഷം നിങ്ങൾ നന്നായിട്ട് ജീവിച്ചു എന്നല്ല അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ബാധ്യതകൾ മാറി കുറച്ചു കാലമാണ് ജീവിതമുള്ളത്. ആ ജീവിതത്തിന് എങ്ങനെയാണ് പരമാവധി സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ പറ്റുക, അത് തിരഞ്ഞെടുക്കുന്ന എനിക്ക് പറയാനുള്ളത്. കുടുംബജീവിതം ശരിക്കും ആഗ്രഹിച്ചിരുന്നോ? നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഈ മേഖലയിലേക്ക് വരില്ല എന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ കല്യാണത്തിൽ അതിൽ താലി കെട്ടൊന്നല്ലായിരുന്നു. അവരിടുന്ന മാലയും പട്ടുസാരിയും മുല്ലപ്പൂവും അതൊക്കെ എന്നെ, അതിലൊക്കെ അവരിങ്ങനെ കൊണ്ടുപോകണത് ഭയങ്കര സന്തോഷം. ഇതൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഒരൊറ്റ ദിവസത്തേക്കുള്ള സംവിധാനമാണ്, അതിനപ്പുറത്തേക്ക് പോകില്ല. ഇന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 13 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഷാവുലിക്കാനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ 30 വർഷമായി, 29 വർഷമായി. അവരുടെ കുടുംബത്തിൽ അവരുടെ വീട്ടിലായിരുന്നു താമസം, കുടുംബത്തോടൊപ്പമായിരുന്നു താമസം? അവിടെ ഇടയ്ക്കൊക്കെ കുടുംബത്തിൽ താമസിക്കും. ഞങ്ങൾ വാടകയുടെ വീടെടുത്ത് തനിയും താമസിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അയാൾ ഇവിടെയുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്. ഞാൻ അയാളെ ലോഡ്ജിൽ അയാൾ ജോലി ചെയ്യാണ്, മാനേജർ വാച്ച്മാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ പോയി താമസിക്കാറുണ്ട്. എൻ്റെ മോളും എൻ്റെ പേരക്കുട്ടികളൊക്കെ അയാളോട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അയാളെ കണ്ട ഒരു ഹലോ പറയണ മോൾക്ക് ഉപ്പ തന്നെ വിളിക്കും. മോൾക്ക് അയാളെ ഇഷ്ടം.
കാരണം അയാള് ആ ഒരു 13 വർഷം എന്ന് പറയുന്നത് അവള് വിചാരിച്ചിരിക്കുന്ന അവൾ ആരും അല്ലാതിരുന്ന കാലത്ത് അവൾക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത ആളെന്നുള്ള പേരക്കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല എന്നോ? അവർക്ക് കുറെ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയും ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ അടുത്ത് പറയുമ്പോഴൊക്കെ കുറച്ചറിയാം. ഡിഗ്രി അവർ ഭയങ്കരമായിട്ടൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഇടിച്ച് കയറി ചോദിക്കാറില്ല. പിന്നെ മോന് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അയാള് തമിഴ്നാട്ടിലെ മുറയിൽ താത്താന്നാ വിളിക്കുക, വയസ്സായ ആൾക്കാരാ. താത്ത താത്ത താത്ത. ശരിക്കും മലയാളിയാണോ തമിഴ്? അയാള് കന്യാകുമാരിക്കാരനാണ്. അയാള് കന്യാകുമാരിയിലും അല്ല അയാൾ കന്യാകുമാരിക്കാരൻ കേരളത്തിലും, ഞാൻ കേരളക്കാരി കന്യാകുമാരിയിലും. ഇതിങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞപ്പോ ഈ ഷാഹുൽ ഹമീദ് പുള്ളിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്താ ഉണ്ടായേ? അത് പുസ്തകം എഴുതുന്നവരെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവര് അതിൽ വായിക്കുന്ന 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇയാളെ ചതിച്ചതാന്നൊക്കെ പറഞ്ഞു. കാരണം ഇയാൾക്കൊരു 10-50 സ്ത്രീകളായിട്ടെങ്കിലും ബന്ധമുണ്ട്. അതിലൊരു 10-25 അയാളുടെ കുടുംബക്കാർക്ക് അറിയാം. 2-3 അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അയാൾ 19 വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ ആൾക്കൊരു 79 വയസ്സുണ്ട്, 78 വയസ്സുണ്ട്. ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ടുള്ള ഈ പുതിയ ബന്ധങ്ങൾ. അതിൽ പഴയയിലുള്ള ഒരു 70-ലൊക്കെ ഉള്ള ഒരാൾ സ്ത്രീകളുടെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല അയാളോട്. ഒരു ദിവസം ഞാൻ അയാളെ പേടിപ്പിച്ചപ്പോഴാണ് ഒരു സ്ത്രീ ശബ്ദം വന്നത്. ഞാൻ ഇയാളെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ ഇയാൾ ഇവിടെയൊക്കെ കേരളത്തിൽ വാടക വീട് എടുക്കുമ്പോഴേക്ക് ഇയാളെ വന്ന് എനിക്ക് വാടക വീട് എടുത്ത് തരിക. വേറെ ഒന്നുമില്ല, അയാൾ വരും, അയാൾക്കുള്ള കൂലി കൊടുത്തിട്ട് ആ സാധനം എടുത്ത് അങ്ങനെ പോകും. അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തില്ല. അപ്പം ഇയാളുടെ ഫോണിൽ വേറെ നമ്പർ കണ്ട് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു, ഹലോ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ആള് ഭയങ്കര കുറച്ച് വയസ്സുകൊണ്ട് നല്ല മലപ്പുറംകാരെ നീട്ടിയിട്ടൊരു ചോദ്യം. ഷാഹുൽ ഹമീദിന്റെ കയ്യിൽ ഫോൺ കൊടുക്കടിക്കുന്നു പറഞ്ഞു. ഇക്ക ഓടി വരി, ഇതേ താത്തയാണ്. അവരാ ഫോണും പിടിച്ച് ഓടുമ്പോ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ടോ ഇയാൾ പറയും, ആരടുത്താണെങ്കിലും എൻ്റെ കാര്യം ആരോടും പറയാതിരിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാ എപ്പോഴും ഒരു കുരിശ് കൂടെ ഉണ്ട്. പിന്നെ അത് അയാളുടെ ജീവിതം, അയാളുടെ ഇഷ്ടം, അതിലൊന്നും ഞാൻ ഇടപെടാറില്ല. അയാളോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് എനിക്ക് അസുഖമായിട്ട് കിടക്കുമ്പോഴോ ക്യാൻസറായിട്ട് കിടക്കുമ്പോഴോ എന്നെ ഉപേക്ഷിച്ചു പോയി. അത് മാത്രമേ ഉള്ളൂ. അയാൾ എന്നോട് പറഞ്ഞ എങ്ങനെയാണെന്നറിയാം, അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ 3-ാം നിലയിലായിരുന്നു RC. അപ്പോൾ അയാൾ പറഞ്ഞു, 3 പ്രാവശ്യം ഞാൻ നിനക്ക് വേണ്ടി പടികൾ മുഴുവൻ കയറി ഇറങ്ങി, ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പേപ്പർ 97-96 എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല, 94. അപ്പോൾ ഇയാളിത് പറഞ്ഞു, ഞാൻ ഈ പേപ്പറൊക്കെ പറക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടൊരു മഴയുണ്ട്. അപ്പം ഞാൻ ഈ സാരിയുടെ ഉള്ളിൽ കൂടെ ഒരു എന്താ പറയുക, ഒരു നീളത്തിലുള്ള ഒരു മുട്ടയുടെ പകുതി കീറി വെച്ച മാതിരി, പക്ഷെ അത്രയല്ല, വലിപ്പം അത്രയുണ്ട്, 12 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും. ഞാനിതിങ്ങനെ പിടിച്ചിട്ട് പോകണം. പേപ്പർ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ 500 രൂപ ഡോക്ടർ ഫീസ് കൊടുത്തിട്ടാണ് അവിടെ നോക്കിയിരുന്നത്. ഞാൻ അങ്ങനെ നോക്കാൻ കാരണം എന്നെ വന്ന് നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ എന്നെ നല്ലോണം നോക്കാൻ. ഞാൻ പറഞ്ഞു, സാർ ഡിസ്ചാർജ് വേണം. അത് പറഞ്ഞ് ഡിസ്ചാർജ് എഴുതി തരാൻ പറ്റില്ല. സാർ ഡിസ്ചാർജ് തന്നാൽ ഞാൻ ഇവിടുന്ന് നിങ്ങളറിയില്ല പോകും, ഇല്ലെങ്കിൽ അറിയാണ്ട് ഞാൻ ഇറങ്ങിപ്പോകും. കാരണം എൻ്റെ രോഗം മാറണമെന്നല്ല, ഇയാൾ ഇനി അവിടെ വരാൻ പാടില്ല, ആ പടി ഇനി അയാൾ കയറാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്ന് വെച്ചു. നേരെ പോയി വേറൊരു ഹോമിയോ ഡോക്ടറെ കണ്ടുവന്ന്. ഞാൻ തുണിക്കച്ചവടം ചെയ്തിരുന്ന എൻ്റെ കയ്യിൽ കുറേ കാശുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറേ കാലം ഹോമിയോ മരുന്ന് ചെയ്തു. ഒരു 3.5 വർഷം ഹോമിയോ മരുന്ന് കൊണ്ട് പിടിച്ചു നിന്ന് ഞാൻ. അതേ ആവശ്യത്തിൽ വേദനയൊക്കെ ഉണ്ടാവും, എന്നാലും പിടിച്ചു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ അതേ മെഡിക്കൽ കോളേജിൽ ഞാൻ തനിയെ വന്ന് അനാദി അന്ന് എഴുതി കൊടുത്ത് മറ്റേ ഹോൾ ഓപ്പറേഷൻ ചെയ്ത് പ്രശ്നം പരിഹരിച്ചു. അവർ ക്യാൻസർ എന്ന് പറഞ്ഞെങ്കിൽ അത് ട്യൂമർ എന്നുള്ളൊരു ഇതിലാണ് നിന്നിരുന്നു. അതിൻ്റെ മേലെ ഒരു ആവരണം വന്നിട്ട് അതിനെ വികസിപ്പിക്കാണ്ട് അതേ പൊസിഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? പുതിയ കുട്ടികളോട് ഏറ്റവും ആദ്യം പറയാനുള്ളത്, നിങ്ങളുടെ പഠിപ്പിൻ്റെ കാലഘട്ടത്തിൽ അത് അച്ഛനമ്മയും കഷ്ടപ്പെട്ടിട്ടാവാം, നിങ്ങൾ എന്തെങ്കിലും സൈഡ് വർക്ക് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അവരെല്ലാം അല്ലാതെ ഉള്ളല്ലോ, വിദ്യാഭ്യാസം, അത് വിദ്യാഭ്യാസം, അറിവിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം, ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം നിങ്ങളെ വേറൊരാളല്ല സംരക്ഷിക്കേണ്ട, നിങ്ങളാണ് സംരക്ഷിക്കേണ്ട. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസമില്ല, ട്രാൻസ്ജെൻഡർ എന്നൊന്നും വ്യത്യാസമില്ല. നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറിവുണ്ടാവണം, നിങ്ങളുടെ കയ്യിൽ വേറൊരു കഴിവുണ്ടാവണം,
നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള മാനസിക ശക്തി ഉണ്ടാവണം. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു തളർച്ച വന്നാൽ നിങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു അയൽക്കാരിയോ ഉണ്ടാവണം നിങ്ങൾക്ക്. നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചിലരെ തിരഞ്ഞെടുക്കാൻ പറ്റും. എനിക്ക് നല്ല നല്ല ഉറക്കം വരാണ്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ ഒരു 60 വയസ്സുകാരുണ്ട്. ഒരിക്കലും അയാൾ എൻ്റെ കാമുകനല്ല, എൻ്റെ ബെസ്റ്റിയാണ്. ഞാൻ രാത്രി വിളിക്കും, എന്താ ചോദിക്കും, അയാൾ ഫോൺ എടുക്കാതിരിക്കില്ല. എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നും. നമുക്ക് നാളെ പരിഹരിക്കാമെന്ന് പറയുന്നത്. ഞാൻ പറയണത് എൻ്റെ സഞ്ചരിച്ച വഴികളെല്ലാം അറിയാം, എൻ്റെ കാമുകന്മാരെ അറിയാം, എൻ്റെ ശീലങ്ങളറിയാം, ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാം. അങ്ങനെ 1-2 പേര് എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ, എൻ്റെ ബെസ്റ്റിയാണ്. അയാളെ വിളിച്ചിട്ടുണ്ട് പാതിരാത്രി. എടാ പോടാന്നൊക്കെ വിളിക്കുക. ഒരു ദിവസം എടാ പോടാന്ന് വിളിക്കുമ്പോൾ വേറെ സുഹൃത്ത് ചോദിച്ചിട്ട്, സാറിനെയാണ് നീ എങ്ങനെ വിളിക്കുന്നത്, നിനക്കല്ല സാറ്, എൻ്റെ സാറൊന്നല്ല. അപ്പൊ പിന്നെ സംശയമായി. പിന്നെ എനിക്ക് ആരാണ്ട് പറയണം, ആണായ മുഴുവൻ എൻ്റെ ക്ലൈൻ്റ് എന്നാണ് എൻ്റെ കൂട്ടുകാരെ പോലും. പറഞ്ഞാൽ അതൊന്നല്ല, അത് വേറെതാ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എത്ര എന്താ വേണ്ട, ഞാൻ എന്താ ചെയ്യണ്ട? ചോദ്യം ചോദിച്ചു, അയാൾ ചെയ്യാവുന്നത് ചെയ്തു, മുന്നോട്ട് പോകാൻ പറ്റി. അങ്ങനെ എനിക്ക് വിരലിലെണ്ണാവുന്ന കുറേ നല്ല ഫ്രണ്ടുകളുണ്ട്. പക്ഷെ കൂടുതൽ ആണുങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് എന്നെ സഹായിക്കണ്ടെന്നല്ല, അതിനൊരു ഭയങ്കരമായിട്ട് സ്നേഹമുള്ള, അവരുടെ പേര് പറയാൻ അവർക്ക് ഇഷ്ടമല്ല, ഒരു ഫ്രണ്ടുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ആ ചോറ് കഴിക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കി തരും. പക്ഷെ അവർക്ക് ആരോടും അത് പറയുന്നത് ഇഷ്ടമല്ല. പെണ്ണുങ്ങൾ കുറച്ചും കൂടെ നമ്മളെ ഒരു ശത്രുവായിട്ട് ഒരു അകറ്റി നിർത്തും. ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങൾ നമ്മളെ അകറ്റി നിർത്താൻ. അല്ല, പെണ്ണുങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും കഷ്ടം വരുന്നത് ഞാൻ ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഭർത്താക്കന്മാരൊക്കെ എൻ്റെ കയ്യിലായിരുന്നല്ലോ, അപ്പോൾ ഭാര്യമാരെയൊക്കെ തകർത്തെറിഞ്ഞ ഒരാറ്റം ബൊമ്പുള്ള ഞാൻ. അങ്ങനെ ഒരു പേടിയുണ്ട്. ഇനി തകർത്തെറിയാത്തവർക്ക് പുതിയതായിട്ട് 70-ാം വയസ്സിൽ എന്നെ പേടിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. വീട്ടിൽ കണ്ടായി ഭർത്താവ് തിരിഞ്ഞൊക്കെ ഒരിക്കൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനായിട്ട്, എനിക്ക് ഈ വേറെ കുറേ കാര്യങ്ങൾ ചെയ്ത ആളുണ്ടെങ്കിൽ ചെന്ന് നിൽക്കാൻ ആ സമയത്തൊരു സ്ഥലമില്ലായിരുന്നു. എന്നെ ചെന്ന് ചില സ്ഥലങ്ങളെ കടഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എവിടെയെങ്കിലും വന്ന് നിൽക്കണം. ചേച്ചി വന്ന് നിൽക്കണോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ വീട്ടിലെ ആളത്ര ശരിയല്ല. ഭയങ്കര ഫ്രണ്ടാണ് എൻ്റെ വീട്ടിലെ. ഞാൻ പറഞ്ഞേ, ഡേ ചേട്ടനും ഞാൻ 1 വയസ്സാണ്, നീ അയാളെക്കാളും 10 വയസ്സിന് താഴെയാണ്. അപ്പൊ അയാൾ എന്നെ പ്രണയിക്കുന്നത് എനിക്ക് പേടിയുണ്ട്. അങ്ങനെ തന്നെ ചോദിച്ചത്. അല്ല, അങ്ങനെയല്ല, ചേട്ടനൊരു തെറ്റ് പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവള് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സങ്കടത്തിനേക്കാളും എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം, നളിനി ജമീൽ എപ്പോഴും ഒരു ആറ്റം ബോംബാന്ന് വിശ്വസിക്കുന്നവരില്ലേ. എന്തൊരു ഇതാന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങള്. അവർക്ക് വയസ്സായില്ലേ, അവരിനി എന്ത് ചെയ്യാനാന്നല്ലല്ലോ അവര് പറഞ്ഞത്. ഇപ്പോഴും പേടിക്കുന്നു. അതെ, അത് ആൾക്കാരുടെ ഉള്ളിലുള്ളതാണ്. അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. പലരും കൂട്ടുകാരികളെ കൂടെ കൊണ്ട് നിർത്തി, കൂട്ടുകാരന്മാരെ കൂടെ നമ്മളെപ്പോഴും പേപ്പറിൽ ഇതല്ലേ വായിക്കുന്നത്. അപ്പൊ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂലേ, അതൊരു കാരണമാണ്. പക്ഷെ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരിത്, ഞാനൊട്ടും പിന്നോട്ട് പോയില്ലേ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര ധൈര്യമാണ്. പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലും പൈസകൾ ഉണ്ടാക്കാം. എന്തുകൊണ്ട് ഇതിനൊരു വലിയൊരു ഇതായിട്ട് അങ്ങനെയൊന്നും കാണാൻ ശ്രമിച്ചില്ല? മറ്റേ സെൻറ്റർ നടത്തുന്നതാണ്. അത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു 3 വർഷം നടത്തിയത്. ഇതിൽ നിന്ന് പഠിച്ചൊരു പാഠം, നമുക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഒരാൾ വേണം. ആള് വിശ്വസ്തനായിരിക്കണം, ആണായാലും പെണ്ണായാലും. പണം മാത്രം വരുമാനം കണ്ടിട്ട് ഒരാൾ കൂടെ നിന്നാൽ, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന സ്ത്രീകളെ എന്നേക്കാളും മോശമെന്ന് പറഞ്ഞാൽ, അത് ഞാൻ 2-3 നാളെ മാറ്റി പരീക്ഷിച്ച് നോക്കിയിട്ട്, അല്ലാണ്ട് ഞാൻ വെറുതെ അങ്ങനെ പറയില്ല. അവർക്കൊക്കെ ഇത്ര സൗകര്യം കൊടുക്കണോ? അവർക്ക് ഈ വിധം ഭക്ഷണം കൊടുക്കണോ?
അപ്പം ആദ്യമൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ എല്ലാവരോടും പറഞ്ഞു അവൻ പാത്രം അവനാൻ കഴുകി വയ്ക്കണം എന്നാണ്. അപ്പോൾ കുറേ ആൾക്കാർ അതിന് തയ്യാറായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, റെഡിമെയ്ഡ് പ്ലേറ്റ് വാങ്ങി അതിൽ ഭക്ഷണം കൊടുത്തു. അത് നീ കാലാകാല ഓപ്ഷൻ അല്ല, പക്ഷെ ഞാൻ തൽക്കാലം അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അതൊന്നും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കറി തന്നെ കൊടുക്കണോ എന്നാണെങ്കിൽ വേറൊരുത്തി ഈ കറിയൊന്നും പോരാ, അവിടെ ഇന്നതാണ് നടക്കുന്നത്, ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടെ നടക്കുന്നില്ല, ഇവിടെ നടക്കുന്നത് എൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങണതാണ് ഞാനിവിടെ ചെയ്യുന്നത്, എൻ്റെ അപ്പുറത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കതും ഇല്ല. പക്ഷേ കുറച്ച് ഞാൻ മാറിയെന്ന്, എനിക്ക് കുറച്ച് വർക്കായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവള് പറഞ്ഞ ഓർഡർ പ്രകാരം ഞാൻ കാശ് കൊടുത്തപ്പോൾ അവിടെ കിട്ടിയ സാധനം പറയാം. മനസ്സിലായി? നമ്മളൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് ചെയ്യാം. നമുക്ക് തന്നെ ചീത്തപ്പേരും നമുക്ക് തന്നെ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കാതെ, മറ്റൊരാളത് ചോദ്യം ചെയ്യാതെ, നീ ഇന്നാളെ വെച്ചാൽ പറ്റിച്ചാലടി ജീവിക്കണമെന്ന് ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണം. അത്ര ഇതായിട്ടുള്ള ഒരാൾക്കാരെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നത് അതിനു വേണ്ടി സഹായിച്ചിരുന്ന കുറച്ച് ആൾക്കാരെ നിന്ന് കുറച്ച് പൈസകൾ മേടിച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു പൈസ, ഒരുപാട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. 4-5 പേർക്ക് ഞാനത് വീതിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ എനിക്ക് അതെടുത്ത് ഇവിടെ ചെയ്യാം. അതിനല്ല ഞാൻ അവരോട് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായി തീരെ പഠിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പേരക്കുട്ടി അങ്ങനെ തീരുമാനം എടുത്തിട്ട് അവള് +2 തോറ്റുപോയതാണ്. അവളെ ഒരാൾ പിരികേറ്റി, നിന്റെ അമ്മയും പാട്ടിയൊന്നും ഇനി കോളേജിൽ വിടാൻ പോകുന്നില്ല എന്ന്. അവൾക്ക് പഠിക്കണം എന്ന് ആശയമായിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ടെൻഷനായിട്ട് അവൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതുപോലെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതായിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. വേറൊരു ഓപ്ഷനാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ പഠിപ്പ് എന്നിട്ട് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. പഠിക്കാൻ പറ്റില്ല എന്നൊരു ദുഃഖമുണ്ടോ? തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റണ കാലത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ മുഴുവൻ, ഞാൻ പറഞ്ഞില്ലേ, രാത്രി സഞ്ചാരിയായിരുന്നു. ഒരു 47 വയസ്സ് വരെ. അപ്പോഴാണല്ലോ നമുക്ക് എപ്പോഴെങ്കിലും പിന്നെ ആവർത്തിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് മൈത്രേയൻ എനിക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ മൈത്രേയൻ കുറച്ച് സമയമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ അവിടെയുള്ളവർ എന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പം ഈ ഉച്ചാരണത്തിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അപ്പം നോ യെസ് എന്നുള്ള അതുപോലെയുള്ള ചില സൗണ്ടുകൾ, ഈ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ കുറേ ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പം എനിക്ക് കുറേ ടെൻഷനുള്ള ആളാണ്. കാരണം വീട്ടിലെ സാമ്പത്തിക പ്രശ്നം, എൻ്റേതായ കുറേ ഉത്തരവാദിത്തങ്ങൾ, ഇവരിങ്ങനെ കുറേ നാളിട്ട് എന്നെ ഇതാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനോടുള്ള ഇത് പോയി. പിന്നെ ഞാൻ തീരുമാനിച്ചു, പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ അറിവ് വെച്ചിട്ട് ലോകത്തിനറിയാം. ഈ ലോകം എങ്ങനെയാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ അതാണ് പറയുന്നത്, അത് ഞാൻ പറയാം. ഇംഗ്ലീഷ് മാത്രം ഓപ്ഷനല്ല. പക്ഷെ എൻ്റെ സ്വപ്നമാണത്. പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി ഓരോ ടൈമും ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടൈമും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പം എന്തായാലും ഭയങ്കര സന്തോഷം. ഇനിയും ഈ ചെയ്യുന്ന കർമ്മ മേഖലയിൽ ഇനിയും കുറച്ചും കൂടി ഇപ്പം സോഷ്യൽ വർക്ക് മേഖലയിലൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിയും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാവട്ടെ. ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെയധികം സന്തോഷം.